അതിന് ലഭിച്ചു എന്ന് നന്ദി പറയുന്നത് പോലെ തന്നെ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷനുണ്ട്. നമ്മളെ വിശ്വാസ പ്രഖ്യാപനം അത് തന്നെയാണ്. വിശ്വാസ പ്രഖ്യാപനം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു എനിക്ക് എന്താണോ ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് അത് ഞാൻ പ്രഖ്യാപിക്കുന്നു. അവസാനം നമ്മൾ പറയുന്ന അത് ലഭിച്ചതിന് നന്ദി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആയിരിക്കുന്നത്. പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട്, എന്താണ് വിശ്വാസ പ്രഖ്യാപനം, എന്താണ് നമ്മൾ ആദ്യം ഏറ്റു പറയുന്നത് തന്നെയാണോ? അല്ല, ആദ്യം ഏറ്റു പറയുന്നത് നമ്മൾ യേശു ക്രിസ്തുവിൽ ആരാന്നുള്ള കാര്യങ്ങളെ നമ്മൾ ഏറ്റു പറയുകയാണ്. അത് നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് കേൾക്കുന്നവർ എപ്പോഴും ഓർത്തോണം. പലരുടെയും സംശയമാണ് വിശ്വാസ പ്രഖ്യാപനം. രണ്ട് വിശ്വാസ പ്രഖ്യാപനം നമ്മൾ പറയുന്നുണ്ട്, അവസാനവും ആദ്യവും. യേശു കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും കൽവരി ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ എന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏറ്റുപറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ, ദൈവം നമ്മളെ സകലത്തിലും സഹായമാക്കി മാറ്റുന്നല്ലോ. നമുക്കിന്നും ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് സാഹചര്യത്തെ പറ്റി നമ്മൾ പറഞ്ഞെന്നുള്ളത്? നമ്മുടെ മുമ്പിലുള്ള സന്തോഷത്തെ ഓർത്ത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ആമേൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എന്റെ റിസൾട്ട് നമുക്ക് അവസാനം നമ്മുടെ എന്റെ റിസൾട്ട് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാലും ആൾക്കാരുടെ ഉള്ളിൽ നിന്നും വചനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പങ്കു ചേർന്നുകൊണ്ട് നമുക്കൊരിക്കലും അനുഗ്രഹം ഉണ്ടാകത്തില്ല. കേൾക്കുന്ന വചനത്തെ ശ്രദ്ധിക്കണം. നമ്മൾ അനുഗ്രഹത്തെ അത് തന്നെ, അതാണോ എന്നല്ല, അതാണ് ഇന്നലെ കേട്ടതാണ്, നമ്മൾ മറക്കരുത്. ഇന്നലെ കേട്ട വചനമാണ്. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം കർത്താവിൻ്റെ വചനമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരംഭത്തിൽ തന്നെ നാം അവസാനം കാണണം. തുടങ്ങുമ്പോൾ തന്നെ ആ വചനമാണ് എൻ്റെ പ്രൂഫ്, ദൈവമാണ് ആ വചനം എനിക്ക് തരുമെന്നുള്ളതിൻ്റെ തെളിവ്. ഈ രണ്ട് തെളിവുകൾ എനിക്കുള്ളത്. ഒന്ന് വചനം, ദൈവം. ദൈവത്തെ ഞാൻ കാണുന്നില്ല, വചനത്തെ ഞാൻ കാണുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നേരെയാകുമെന്നുള്ളതല്ല, കാണണം. മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്, പിശാചു വന്ന് നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ നമുക്ക് ആ പ്രാർത്ഥന കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാ ദിവസവും വിശ്വാസത്തിൻ്റെ വചനമാകുന്ന മരുന്ന് ഭക്ഷിക്കുന്നു. ബാക്കി ആളുകൾ മറന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ വചനം ഭക്ഷിക്കുകയും ആ വചനത്തിൽ നിന്നും അനുഗ്രഹത്തെയും നമുക്ക് ദൈവം നൽകുന്നല്ലോ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇച്ചിരി ബലത്തിൽ എന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, മറക്കരുത്, നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ വിഷയത്തിൻ്റെ അകത്ത് നമുക്കറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണം. അതറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനയിൽ റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പരാതികളായി പോകും. കർത്താവേ, എനിക്കിത് കിട്ടുന്നില്ല, എനിക്കിത് ലഭിക്കുന്നില്ല. ആ പരാതികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് വചനം പറയേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ നമുക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കുവാൻ ഇടയായിത്തീരും. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെടാം. ഇന്നത്തെ അനുഗ്രഹത്തിനായി തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വാക്കാണ് അകത്ത മനുഷ്യൻ. ഇവിടെ 10-ാം വാക്യത്തിൽ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, ഒടുവിൽ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, കർത്താവിലും കർത്താവിൻ്റെ ബലത്തിലും ശക്തിപ്പെടുക എന്ന് പറ. കർത്താവിന്റെ ബലത്തിനും ശക്തിപ്പെടുക.
അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്തിനാ ശക്തിപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധ വർഗം ധരിച്ചുകൊള്ളും. ഇവിടെ ശ്രദ്ധിച്ചോണം, പിശാചിന്റെ ശക്തി എന്നല്ല, പിശാചിന്റെ തന്ത്രം. പിശാചിന്റെ തന്ത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. പിശാച് ഒരു വിശ്വാസി, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിശാചിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പിശാചിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രങ്ങൾ ഉപയോഗിക്കും. എന്താണ് ഈ തന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാവും? ഉപായം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും അല്ലേ? ഉപായങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? തന്ത്രങ്ങൾ ഉപയോഗിച്ച് പിശാച് എന്ത് ചെയ്യും? പലതും നമ്മുടെ നന്മകളെ തടസ്സപ്പെടും. ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിച്ചു, ഇന്നലെ പറഞ്ഞ വചനം ആരൊക്കെ ഓർക്കുന്നുണ്ട്? ആ വചന സാഹചര്യം ഓർക്കുന്നു വെച്ചപ്പോൾ ആൾക്കാർ പലരും നമ്മൾ ഓർക്കുന്നില്ല, നമ്മളത് മറന്നുപോയി. പക്ഷെ നമ്മുടെ വിഷയങ്ങൾ ഏത് പാദയാത്രയ്ക്ക് നമ്മളെ വിളിച്ചെണീപ്പിച്ചാലും നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആരെങ്കിലും മറന്നു പോവോ? നിങ്ങൾക്കിപ്പോൾ എത്ര രൂപ കടമുണ്ടെന്നുള്ളത് ഏതുറക്കത്തിൽ വിളിച്ചെണീപ്പിച്ചാലും നമുക്ക് ചാടി പറയാൻ പറ്റും. നമ്മുടെ രോഗ അവസ്ഥ നമ്മൾ മറക്കത്തില്ല. അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തലമുണ്ട്. എന്നാൽ പലപ്പോഴും കേട്ട വചനങ്ങൾ, കേട്ട വചന ചിന്തകൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇന്നലെ ഞാൻ കേട്ടതാണല്ലോ, എന്തുകൊണ്ട് എനിക്കത് മറന്നു പോകുന്നു? എവിടെയൊക്കെയോ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ തന്ത്രങ്ങളെ എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും? അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം, കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അതിൽ ശ്രദ്ധ വെക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂട്ടുകെട്ടുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകെട്ടുകൾ എപ്പോഴും നമ്മളെ ഉയർത്തുന്ന കൂട്ടുകെട്ടുകളുമുണ്ട്, നമ്മളെ തളർത്തുന്ന കൂട്ടുകെട്ടുമുണ്ട്, നമ്മളെ ബലപ്പെടുത്തുന്ന കൂട്ടുകെട്ടുമുണ്ട്, നമ്മളെ ദുഃഖത്തിലാക്കുന്ന കൂട്ടുകെട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കൂട്ടുകെട്ടുകൾ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് തിരഞ്ഞെടുക്കണം. നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുവാൻ സഹായിക്കുന്ന കൂട്ടായ്മകൾ, സുഹൃത്തുക്കൾ, ഇവരുടെ ഒരു വലയത്തിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ഈ ഒരു തന്ത്രം എന്ന് ഉപയോഗിക്കുന്നത് മറ്റൊന്നുമല്ല. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാൻ പറ്റും, പിശാച് വന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു സംഭവമുണ്ട്. വാസ്തവമായും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവൻ ഉന്നയിക്കുന്നുണ്ട് അല്ലേ? നമുക്കത് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. വാസ്തവമായും യഥാർത്ഥത്തിൽ അത് തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിക്കുന്നുണ്ട്. എത്ര പേര് ആ വചനഭാഗം വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാൾ പാമ്പ് കൗശലമേറിയതാകുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് തിന്നരുതെന്ന് ദൈവം വാസ്തവമായി, ഇതൊരു തന്ത്രമാണ് കേട്ടോ, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തുകൾ കൊണ്ടിടുന്ന, നമ്മുടെ ഉള്ളിൽ നമ്മുടെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയുവാൻ നോക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്നെന്നേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ഉള്ളിൽ കയറിയിട്ടോ, നിങ്ങളുടെ വീട്ടുകാരുടെ ഉള്ളിൽ കയറിയിട്ടോ, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഉള്ളിൽ കയറിയിട്ടോ നിങ്ങളോട് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഈ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടന്ന എല്ലാ കാര്യവും നടക്കും. അങ്ങനെ ഏതെങ്കിലും ചോദ്യം ഫേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ അതെ, ഉണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കണ്ടോ? അപ്പൊ ആ ചോദ്യം ചിലപ്പോൾ ചോദിച്ചത് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചത് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും അല്ലേ? ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും നിങ്ങളുടെ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ടാണ് നമുക്കത് ഓർത്തിരിക്കുന്നത്. ഇപ്പോൾ വഴിയെ പോകുന്ന ഒരാൾ നിങ്ങൾ യേശുവിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് ഒരു മദ്യപാനി കടന്നുകൊണ്ട് വിളിച്ചു പറയുക, പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ലെന്ന് പറയും, നമ്മളയാളെ മൈൻഡ് ചെയ്യുമോ? നമ്മളയാളെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളെ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് നല്ല ബന്ധമുള്ള ഒരാളാണോ അതോ ഒരു വഴിപോക്കനാണോ? ബന്ധമുള്ള ആളാണ്. കണ്ടോ? അതായത് നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരാള്, നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയുന്നയാള്, നമ്മളെപ്പോഴും കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ അദ്ദേഹത്തെ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് എന്ത് ചെയ്യും? തന്ത്രങ്ങൾ ഉപയോഗിക്കും. എന്താണ് ഈ തന്ത്രം എന്ന് ചോദിച്ചാൽ, എൻ്റെ കോൺഫിഡൻസിനെ കെടുത്തി കളയുക,
ഇപ്പം മനസ്സിലായോ? എൻ്റെ കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലോ ശരീരത്തിലുള്ള കോൺഫിഡൻസ് അല്ല, നമ്മുടെ ആത്മാവ്, ഞാൻ പറഞ്ഞ അകത്ത മനുഷ്യനുള്ള കോൺഫിഡൻസ്. പലപ്പോഴും നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഇപ്പം ഈ ഒരു വ്യക്തി പറയുകയാണ്, ഇങ്ങനെ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ചിലർ പറയും ചിലരിങ്ങനെ ചിലരെന്നോട് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ചോദ്യമാണ്, നമ്മൾ വലിയ വിശ്വാസമൊക്കെ പറയുമ്പം പറയുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ പറയും, പ്രാർത്ഥിച്ച് കിട്ടാത്ത ആൾക്കാരും ഉണ്ടല്ലോ. അപ്പം നമ്മൾ നോക്കുമ്പം അയാളും പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ ഒരാളായിരിക്കും ഇത് പറയുന്നത്, വിശ്വാസം പറയുന്ന ഒരാളായിരിക്കും ഇത് പറയുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു നിഴലുണ്ടാകും, നമ്മുടെ അകത്തൊരു സംശയം ഉണ്ടാകും, പലതും നടക്കാതെ പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു തന്ത്രമാണ്. എന്താ തന്ത്രമാണെന്ന് പറയാൻ കാരണം, അപ്പോൾ നിങ്ങൾ ബ്രദർ അയാളൊരു പ്രാർത്ഥിക്കുന്ന ആളല്ലേ, അത് പറയാൻ കാരണം നിങ്ങളുടെ റിസൾട്ട് അത്ഭുതമാണോ അല്ലയോ എന്നറിയാതെ അയാൾ നിങ്ങളോട് പറയുകയാണ്. ഇനി അത്ഭുതം നടക്കാത്ത ആൾക്കാരും ഉണ്ട്, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ വെക്കണം. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ദൈവമാണ് പറയുന്നത് ഞാൻ പ്രവർത്തിക്കും, ബൈബിളാണ് പറയുന്നത് ഞാനത് ചെയ്യും. ദൈവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഏതെങ്കിലും ഒരു വചനം എന്ന് പറയും, ദൈവം പ്രവർത്തിക്കും എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വചനം എന്ന് പെട്ടെന്ന് പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? യോഹന്നാൻ 14:14-15 വാക്യങ്ങൾ എന്നോട് ചോദിക്കുക, ഞങ്ങൾക്ക് തരുമെന്നുള്ള വാക്യമാണ്. എന്റെ നമ്പർ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്, മാത്രം പറയാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഞാൻ ചോദിച്ചാൽ ഏതെങ്കിലും പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ ദൈവം പ്രവർത്തിക്കും, ദൈവം ചെയ്യും എന്നുള്ള ഒരു ഉദാഹരണം, ദൈവം ചെയ്യും, അതായത് ഉദാഹരണം പറഞ്ഞാൽ ദൈവം ചെയ്യുമെന്നുള്ളത് അധ്യായം 14 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ മക്കളുടെ നാവിൽ തന്ന എന്റെ വചനവും ഞാൻ നിങ്ങളുടെ നാവിൽ തന്ന നിങ്ങളെ ബലിച്ചിരുന്ന എന്റെ ആത്മാവും നിങ്ങളുടെ നാവിൽ തന്ന എന്റെ വചനവും നിന്റെ സന്തതിയുടെ നിന്റെ നാവിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ നാവിൽ നിന്ന് ഒരു കാലത്ത് വിട്ടുപോയില്ലാതെ യഹോവ അരുളി ചെയ്തു. അത് 59 അവസാന വാക്യം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ സിമ്പിളായിട്ടൊരു വാക്യം പറയാം, പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചോണം, ഒരു ചോദ്യം നമ്മൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇതൊരു പ്രോമിസാണ്, ദൈവം ചെയ്യും. അതിനാൽ നിങ്ങൾ നോക്കിയാൽ മതി, യഹോവ എൻ്റെ ഇടയനാകുന്നു ചിലരക്ക് മുട്ടുണ്ടാകത്തില്ലെന്നാണോ, അതോ ഈ വചനം ആരാണോ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒരു കുറവ് എൻ്റെ ദൈവം വരുത്തത്തില്ലെന്ന് ആര് പറഞ്ഞാലും സംഭവിക്കുമോ, അതോ ദൈവം ചിലർക്ക് മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ? പറ. ആര് പറഞ്ഞാലും നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതികളുടെ മേലും ഞാൻ നിന്റെ ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞാൽ അത് ആര് വിശ്വസിക്കുന്നു, ആര് പറയുന്നു, അവർക്കാണ്. അപ്പൊ അതാ പറയാ, ഒത്തിരി വചനങ്ങളുണ്ടല്ലേ, നമുക്ക് ഒത്തിരി വചനങ്ങളുണ്ട്. അപ്പൊ ഒത്തിരി ഈ പ്രോമിസുകളെല്ലാം നിങ്ങൾ പൂർണ്ണജയം പ്രാപിക്കും. ഒത്തിരി വചനങ്ങളുണ്ട്, ഇതുപോലെ ഒത്തിരി വചനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചു. ഇവിടെ ഒന്നും ദൈവം ചിലർക്ക് കിട്ടുമെന്നും ചിലർക്ക് കിട്ടത്തില്ലെന്നും എഴുതാത്തോടത്തോളം കാലം നമുക്ക് ഉറപ്പിച്ചൊരു കാര്യം പറയണം, എനിക്ക് കിട്ടും. മനസ്സിലാകുന്നല്ലോ? ഞാൻ മുഖത്തിട്ടേക്കുന്ന പൗഡറിന്റെ കളർ നോക്കിയിട്ടല്ല, എത്രത്തോളം എൻ്റെ മുഖം നന്നായിട്ടിരിക്കും നോക്കിയിട്ടല്ല, ആരാണോ ആ വചനം ഏറ്റെടുത്തിട്ട് എൻ്റെ ദൈവം ഈ വചനത്തിലൂടെ എനിക്ക് പ്രവർത്തിക്കുമെന്ന് ആരാണോ ഏറ്റെടുക്കുന്നത്, ആരാണോ ആ വചനത്തിൽ ആശ്രയിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ വരും. എന്നാൽ പലപ്പോഴും വാസ്തവമായും എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാസ്തവമായും, ട്രൂലി, ഷുവർലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാക്കാത്. ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം ഓർത്തോണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് ഈ ദിവസം നിങ്ങൾ പറയും, ഞാൻ കുറേ പ്രവചനം കേട്ടിട്ടുള്ള ബ്രദറെ, ചിലർ പറഞ്ഞത് കുറേ ഒത്തിരി വാട്ടത്തം കേട്ടിട്ടുള്ളവരാ ഞാൻ. പലപ്പോഴും എന്താ അവിടെ സംഭവിക്കുന്നറിയാമോ? നമ്മൾ തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാറുണ്ട്. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദിക്കുകയാണ്, വാസ്തവമായും ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കണം. ശ്രദ്ധിച്ചോണം, എതിർത്ത് നിൽക്കാൻ കഴിയണം. ആമേൻ. ആദ്യം നമ്മൾ വായിച്ച വാക്കിന് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ആമേൻ. നിങ്ങളിപ്പം വിശ്വാസത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്തോണം, നമ്മളെ ആരുടെ മുഖം നോക്കി ഇറങ്ങരുത്,
ആരുടെ മുഖം നോക്കി ഇന്നയാൾ സഹായിക്കും, ഇന്നയാളുണ്ട്, എനിക്കൊരാവശ്യം വന്നാൽ ഇത്ര പേരുണ്ട്, ഇതൊന്നും നോക്കി ഇറങ്ങരുത്. എനിക്ക് ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഇറങ്ങാവുള്ളൂ. എൻ്റെ ഫോക്കസ് എപ്പോഴും ദൈവത്തിലായിരിക്കണം. എൻ്റെ എപ്പോഴും ബലം ദൈവത്തിലായിരിക്കണം. ചിലപ്പോൾ നമ്മൾ മാനുഷികമായിട്ടൊക്കെ തളർന്നു പോകുന്ന സമയത്ത് പറയണം, എൻ്റെ കർത്താവേ, അങ്ങ് എനിക്കുണ്ടല്ലോ. ഇവിടെ വചനം പറയുകയാണ്, ഇവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് സർവായുധ വർഗം ധരിച്ചു കൊള്ളണം. അടുത്ത വാക്യത്തിൽ പറയും, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. അപ്പോൾ ഇവിടെ പറയുകയാണ്, എനിക്ക് യുദ്ധമുള്ളത് മനുഷ്യനോടല്ല. അതിൻ്റെ അർത്ഥം അയൽവക്കാരനോടല്ല എൻ്റെ യുദ്ധം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലുള്ള ആൾക്കാരുമായിട്ടല്ല എൻ്റെ യുദ്ധം, നാട്ടുകാരുമായിട്ടല്ല എൻ്റെ യുദ്ധം. എൻ്റെ യുദ്ധം ആത്മമണ്ഡലത്തിലാണ്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ആത്മമണ്ഡലത്തിലാണ്. ആത്മമണ്ഡലത്തിലാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ ആത്മമണ്ഡലം എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, രോഗസൗഖ്യം ഉണ്ടാകുന്നത്, നിങ്ങൾക്കിപ്പോൾ രോഗസൗഖ്യം, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു സഹോദരൻ പറഞ്ഞ, സഹോദരൻ പ്രാർത്ഥനയ്ക്കുണ്ടോ എനിക്കറിയത്തില്ല, ഹെരണിക, എത്ര വർഷമായിട്ടായിരുന്ന ഹെരണികയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സഹോദരനുണ്ടോ പ്രാർത്ഥനയ്ക്ക്? 12 വർഷമായിട്ട് എനിക്ക് വന്നിരുന്നാൽ നമ്മൾ കേട്ടല്ലേ, 12 വർഷമായിട്ട് രോഗാവസ്ഥയിലായിരുന്നു, കർത്താവ് സൗഖ്യമാക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടു, ഒത്തിരി രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു, ദൈവം തൊട്ട സൗഖ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചോണം, ഈ രോഗസൗഖ്യം നടക്കുന്നതെല്ലാം ആത്മീയമായിട്ട്, സ്പിരിച്വൽ കണക്ഷനാണ്. അതായത് നമുക്കിപ്പോൾ ഒരു രോഗം മാറുന്നത് ഗുളിക കഴിച്ചും ട്രിപ്പ് ഇട്ടും ഓപ്പറേഷൻ ചെയ്തും സ്കാൻ ചെയ്തും ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് നടത്തി, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു വ്യക്തിയുടെ മേൽ രോഗസൗഖ്യം വരുന്നത് കാണാൻ പറ്റുമോ? എങ്ങനെയാണ് രോഗം മാറുന്നത് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ഒരു സംഭവമാണ് രോഗസൗഖ്യം. നമ്മളിലേക്ക് ആ ദൈവശക്തി വരുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അദൃശ്യമായ ഒരു ലോകമാണ് സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കാണാത്തൊരു ലോകത്തിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകമല്ല, അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ, ജഡീകമല്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, 5-ാം വാക്യത്തിൽ, അവയാൽ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞു ഏത് വിചാരത്തെ. സിസ്റ്റർ ഒന്ന് മ്യൂട്ട് ചെയ്തേ സിസ്റ്ററെ, ഞാൻ പറയുമ്പോൾ മ്യൂട്ട് മാറ്റിയാൽ മതിയേ. ഏത് വിചാരത്തെയും ഇടിച്ചു കളയുവാൻ തക്കതായ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്ക് ഉണ്ടാകുന്ന ഫൈറ്റ് എന്നുള്ളത് ശരീരത്തിലല്ല. പലപ്പോഴും ഓർത്തേക്കുന്നത്, പിശാച് ഒളിച്ചിരുന്ന് നിങ്ങളെ കമ്പ് കൊണ്ട് കാല് തല്ലി ഒടിച്ച് താഴെ ഇട്ടിട്ട് നിങ്ങൾ പോകുന്ന വഴിയൊക്കെ നിങ്ങളുടെ തലയിലോട്ട് വലിയ ആസിഡ് കോരി ഒഴിച്ചു, നിങ്ങളെ മുട്ടയ്ക്കകത്ത് കൂടോത്രം ചെയ്ത് നിങ്ങളെ തകർക്കും. ഇതാണ് നമ്മുടെ ചിന്തയും മൊത്തം. അങ്ങനെയല്ല. വചനം പറയുന്നു, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് സങ്കല്പങ്ങളും ക്രിസ്തുവിനോടുള്ള അനുസരണം. എൻ്റെ അർത്ഥം ഇത് നടക്കുന്നത് മുഴുവൻ എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തകളിലുമാണ് ഫൈറ്റ് നടക്കുന്നത്. എൻ്റെ അർത്ഥം ഞാൻ കാണുന്ന ഒരു സ്ഥലത്തല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം നമുക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് എനിക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം കാണുന്ന ഒരു സ്ഥലത്തല്ല. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചാൽ പറയാൻ പറ്റും, ആ ഗ്ലാസ് നിറഞ്ഞല്ലോ എന്ന് പറയാൻ പറ്റും. എനിക്ക് എത്ര വിശ്വാസമുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല, അദൃശ്യമായിട്ട് നിൽക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കർത്താവിൽ ബലപ്പെടുന്ന സമയത്ത്, ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലത്തെ കെടുത്തിക്കളയുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ എന്ന് പറ. ദൈവത്തിന്റെ വിരോധത്തിന് പരിജ്ഞാനമായി പോകുന്ന ഉയർച്ചകൾ. ഇതിൻ്റെ ഒരു അടയാളം, നിന്റെ ജീവിതം ശരിയാകുമോ? എൻ്റെ ഉദാഹരണം പറയാം. എന്നോട് എൻ്റെ മനസ്സിൽ ചോദ്യം വന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കാര്യം എന്തായിത്തീരും, ഇത് റെഡിയാകുമോ? അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് കിട്ടി എന്ന ചോദ്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് മാത്രം പോരാ. ഈ ചോദ്യങ്ങളൊക്കെയും ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ വാക്കുകൾക്കൊക്കെ വിരോധമായിട്ട് എൻ്റെ ഉള്ളിൽ ദുഃഖത്തെ കൊണ്ടുവരിക. ഡെസ്പായിപ്പോൾ നമ്മൾ അല്ലാത്തപ്പോൾ ചേച്ചി വാതുറക്കാത്ത,
അല്ലാത്തപ്പോൾ എൻ്റെ സഹോദരൻ ഒന്നും മിണ്ടാത്തതാ. അല്ലാത്തപ്പോൾ അതേ ഒരു മിണ്ടാത്ത ആളത് ഇപ്പോൾ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു ചീറ്റപ്പുലിയെ പോലെ ചാടി കയറി വന്നിട്ട് ചോദിക്കുക, ഈ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടന്നാൽ പോയി നിൻ്റെ ജീവിതം എന്താകുന്നു, ചാടി വരും. നമ്മളങ്ങ് മനസ്സിടിഞ്ഞു പോകും. ഞാനൊരു കാര്യം പറയാം, ഒരു ചില വിഷയങ്ങൾ നമ്മൾ മറന്നു പോയാലും അതിനെ ഓർമ്മപ്പെടുത്തുന്ന ചില ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളത് മറന്നിരിക്കുമായിരുന്നു. ചിലത് ആ വിഷയം എന്തായി, ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഈ വ്യക്തി ഈ ഈ വേറെ എത്രയോ കാര്യങ്ങൾ മറന്നു പോകുന്നു. ഞാൻ ഓർത്തിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ മറന്നു പോകുന്നു. ലോകത്തിൽ 1000കണക്കിന് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ട്. പക്ഷെ ഇയാൾ അത് മാത്രം മറക്കാതെ ഓർക്കുന്നതിൻ്റെ കാര്യം, എന്നെ ആ കാര്യത്തിൽ ഉറപ്പിക്കുക, ദൈവം ചെയ്യത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അവൻ്റെത്. എന്നാൽ ബൈബിൾ പറയുന്നു, തുടക്കത്തിൽ നമ്മൾ എഫേസ്യ ലേഖനം വായിച്ചതുപോലെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. എന്താണ് ഈ അമിത ബലം എന്ന് പറഞ്ഞാൽ? എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. അളവറ്റ ദൈവശക്തിയുണ്ട്. അളവറ്റ ദൈവശക്തിയിൽ ബലപ്പെടണം എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, എൻ്റെ ജീവിതം ശക്തിയിലാണ് നടക്കുന്നത് പറ. ദൈവശക്തിയിലാണ് ഞാൻ നടക്കുന്നത് പറ. എന്റെ ജീവിതം ദൈവശക്തിയിലാണ് നടക്കുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങൾ ഉദാഹരണം പറയാറുണ്ടല്ലേ, നമ്മളൊരു കാറ് മേടിച്ചാൽ, നല്ല വില കൂടിയ കാറ് മേടിച്ചെന്നിരിക്കട്ടെ, 1 കോടി രൂപയുടെ ഒരു കാറ് മേടിച്ചു എന്നിരിക്കട്ടെ. 1 കോടി രൂപയുടെ കാറ് മേടിച്ചിട്ട് നല്ല രീതിയിൽ അത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി, നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് സ്റ്റീരിയോ ഒക്കെ ഫിറ്റ് എല്ലാം റെഡിയാക്കി വെച്ച്, പെട്രോൾ ഒഴിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? കിടക്കും ഷെഡില്. 1 കോടി രൂപയുടെ വണ്ടിയൊക്കെയാണ്, കാര്യം എല്ലാ സെറ്റപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ ചലിപ്പിക്കുന്ന ഇന്ധനമില്ലെങ്കിൽ, നിങ്ങളെ ദൈവം നടത്തുന്നത് തൻ്റെ ശക്തിയാലാണ്. എപ്പോഴും ഓർത്തോണം, ദൈവം എന്നെ നടത്തുന്നത് ബുദ്ധിയിലല്ല, ശക്തിയിലാണ്. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ നടക്കുന്നത് ദൈവശക്തിയിലാന്ന് പറ. ഈ ശക്തിയുടെ പ്രത്യേകത ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ശക്തി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കണം ദൈവശക്തിയുടെ വ്യാപാരം. എപ്പോഴും പറഞ്ഞു, കർത്താവേ അങ്ങയുടെ ശക്തിയാലാണ് ഞാൻ നടക്കുന്നത്, അങ്ങയുടെ ബലത്താലാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഈ ആളുകൾ എന്തുകൊണ്ടാണ് നമ്മോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നറിയോ? ആര് ചോദിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കതിനുള്ള ബലമില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഞാൻ പറയാറില്ലേ, ഈ നിങ്ങൾക്കിപ്പോൾ 1 കിലോയുടെ ഗോതമ്പൊടി എടുത്തുകൊണ്ട് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഒരാൾ ചോദിക്കത്തില്ല, ദൈവമേ സഹോദരി സഹോദര നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചോദിക്കുമോ? ചോദിക്കുമല്ലയോ? 1 കിലോ ഗോതമ്പൊടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കവലയെന്ന് വീട് വരെ നടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ആരെങ്കിലും ചോദിക്കുമോ നിന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്ന്? ചോദിക്കത്തില്ല. നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ട് പിശാച് അവൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? അവൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നിന്നെക്കൊണ്ട് ഇത് കഴിയത്തില്ല. അപ്പം തന്നെ ഓർത്തോണം, സഹോദര ചോദിച്ചതിനൊക്കെ നന്ദി, പക്ഷേ എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന് എന്നെ നടത്താൻ പറ്റും, ആ ദൈവത്തിന് എന്നെ അത്ഭുതമാക്കാൻ പറ്റും. ഉടനെ അടുത്ത ചോദ്യം, ദൈവം ഇത് ചെയ്യുമെന്ന് എന്നാ ഉറപ്പ്? ബൈബിള് പൊക്കിപ്പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വചനങ്ങൾ ഓർമ്മയുണ്ടെന്ന്. ചിലർ പറഞ്ഞു, ഇതാണോ ബ്രദറെ, ഇത് ഇങ്ങനെയാണോ ബ്രദറെ? പലർക്കും കൺഫ്യൂഷനാണ്. അതിൻ്റെ കാരണം എന്നറിയാവോ? നിങ്ങൾ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഉയർത്തിപ്പിടിക്കണം വചനം ഉയർത്തിപ്പിടിക്കണം. ഇതാ തെളിവ്. ഇവൻ ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയോ? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കി, അവിടുത്തെ ചോദ്യം ഇതാണ്,
വാസ്തവമായും ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാസ്തവമായി ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം പിശാച് പറയുകയാണ്, ദൈവം അങ്ങനെ പറഞ്ഞതിന് എന്നാ തെളിവ്? ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുള്ളതിന് എന്നാ തെളിവ്? പറ. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് വചനത്തിൽ? ഏത് വചനത്തിൽ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാകും. ആമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാകും. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം. ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞു 20 ദിവസം തുടർമാനമായിട്ട് വചനം പറയാൻ പറഞ്ഞു. ആരൊക്കെ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നുണ്ട്, എനിക്ക് അനുഗ്രഹം വേണം. ഞാൻ പറയുന്നുണ്ട്. ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാനത് പ്രാപിക്കും, ഞാനത് കാണും. ആമേൻ. ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയും. കാരണം എനിക്ക് തെളിവുണ്ട്. ദൈവത്തിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞു, ഈ നമ്മളെക്കാളും ഉറപ്പുള്ള പിശാചിനുണ്ട്. അവൻ ചോദിക്കുന്ന പ്രൂഫാണ്, ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു, അവൻ്റെ വാക്കുകൾ കണ്ടോ. ഞാൻ പിശാചിനെ ഉയർത്തുമല്ല, അവൻ അറിഞ്ഞോ അറിയാതെയോ അവൻ ദൈവത്തെ ഉയർത്തുക. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, അവൻ്റെ വാക്കുകളിൽ പോലും ഒരു ഭയമുണ്ട്. അവൻ പറയുകയാണ്, അവനോട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലേ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ആ വ്യക്തിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാതെ അവൻ വലിയ റെസ്പെക്റ്റോടെ പറഞ്ഞു, ദൈവം. കണ്ടോ, ദൈവം വാസ്തവമായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, കൽപ്പിച്ചിട്ടുണ്ടോ. അപ്പോൾ ബൈബിളിലെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവം കൽപ്പിച്ചിരിക്കുക. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഇത് കൽപ്പനയാ ബൈബിളിലെ വചനം എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോലെയാണ് ആദോ ഹവ്വയൊക്കെ. അവർ ഒരു ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ കൺഫ്യൂഷനാ. അവർ ഉറപ്പിച്ച് പറയാമെന്ന് വിചാരിച്ചു, പൊന്നു പിശാചേ, നിന്റെ കളി നടക്കത്തില്ല, ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞ് അവൻ ഓടിപ്പോകും. പക്ഷേ അവിടെ എന്ത് ചെയ്തു? ഇവർ പാനിക്കായി. ഇവരെന്ത് ചെയ്തു? ദൈവം തോട്ടത്തിലെ പ്രശ്നങ്ങളൊക്കെ ഫലം തിന്നാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ പിശാച്, നിങ്ങളൊന്നും, അവൻ പറഞ്ഞ് പഠിപ്പിക്കുക. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മൈൻഡ് ചെയ്യരുത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് സങ്കടം വരും. ശരിയാ, നമ്മുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ ഒരു ഭാരവും, എന്നാലും ആ വ്യക്തിയോട് അങ്ങനെ ചോദിച്ചല്ലോ, എന്നാലും ആ സംഭവം അങ്ങനെ ഉണ്ടായില്ലെന്ന് നിങ്ങളോട് തന്നെ ബലപ്പെടുത്തുന്നു. ഇല്ല 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 ഇല്ല. ഉടനെ 2 വാക്യം പറയണം, ഒരു 10 പ്രാവശ്യം വചനം പറയണം. ഇല്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. പറയുന്നവൻ പറയും, നാളെ ഈ പറയുന്നവൻ എന്നെക്കുറിച്ച് പറയും, അയ്യോ അവൾ അത്ഭുതമായി തീർന്നു. മനസ്സിലായോ? ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഒറ്റ മറുപടി, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ തെളിവെന്ന് വെച്ചാൽ ബൈബിളാണ് തെളിവ്. ഉയർത്തിപ്പിടിക്കണം വചനം. ആമേൻ. അപ്പം എപ്പോഴും ഓർത്തണം, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക എന്ന് ബൈബിൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇന്ധനം ശക്തിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടണം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നടത്തുന്ന ഒരു ദൈവാത്മാവ് ഉണ്ടെന്ന് അറിവുണ്ടായിരിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാൽ, നടക്കുവല്ല, ദൈവാത്മാവ് എന്നെ നടത്തുക. നടത്തുകയല്ല, ദൈവാത്മാവ് നമ്മളെ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സരിതാ സിസ്റ്റർ ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറേ നാളത്തേക്ക് റെസ്റ്റ് വേണം. കാണാൻ വന്ന നാട്ടുകാർ പറഞ്ഞു, നീ എങ്ങനെ 3 പിള്ളേരെയായിട്ട് ജീവിക്കും? നമ്മൾ ഇന്നലെ ആ സാക്ഷ്യം കേട്ടായിരുന്നു അല്ലേ? ഡോക്ടർമാർ പറഞ്ഞു റെസ്റ്റ് വേണം, ജോലി ചെയ്യാൻ കഴിയത്തില്ല, കാര്യം ഇത്രയും വലിയ കാര്യം നടന്നിരിക്കുകയാണ്. നാട്ടുകാർ വന്ന് കണ്ടിട്ട് സഹതാപത്തെ പറഞ്ഞ് 3 പിള്ളേരെയായിട്ട് എങ്ങനെ ജീവിക്കും? പക്ഷേ ദൈവം നടത്തി. മനസ്സിലാവുന്നുണ്ട് കാര്യം? നമ്മൾ പോകുന്നത് കഴിച്ച ആഹാരത്തിൻ്റെയോ കഴിച്ച ഗുളികയുടെയോ തിന്ന ആഹാരത്തിൻ്റെ മിടുക്കല്ല, നടത്തുന്നൊരു ദൈവശക്തിയുണ്ട്. ദൈവശക്തിയിൽ ബലപ്പെടണം. എപ്പോഴും പറയണം, ഞാൻ നടക്കുവല്ല, എൻ്റെ ദൈവം എന്നെ നടത്തുക. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ പറഞ്ഞ, നടക്കുവല്ല, എൻ്റെ ദൈവം എന്നെ നടത്തുക എന്ന് പറ. ഈ ഉറപ്പില്ലാത്തവരാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, അവരുടെ ഫോൺ നോക്കിയാൽ മതി, 1000 ബ്രദർമാരുടെ ഫോൺ നമ്പർ കാണും. ഷിജുബന്റെ ഫോണിലുണ്ടോ ഈ ഉറപ്പില്ലേ? ഓക്കെ. അപ്പൊ പലപ്പോഴും എന്താ സംഭവിക്കുന്ന വെച്ച്, അതെ ബ്രദറെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കർത്താവിലാണ് ബലപ്പെടേണ്ടത്. എപ്പോഴും ഓർത്തോണം, ദൈവം എന്നെ നടത്തും.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലും നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ വചനം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളൊരു ബുദ്ധിയിൽ ഒരു അംശം കൊണ്ടുപോലും ചിന്തിക്കരുത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണത്. എങ്ങനെ നടക്കുക എന്നുള്ളത് എൻ്റെ കയ്യിലല്ലത്. എൻ്റെ കയ്യിൽ പിടിച്ചാൽ നിൽക്കത്തില്ലത്. ഒരു വചനം എടുത്ത് പറയാം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യമാണ്. യഹോവ എൻ്റെ ഇടയനാവുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും, എൻ്റെ ബ്രദറെ ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ലാതെ ശൂന്യമായിട്ടിരിക്കുക. അത് പറഞ്ഞ ആളാ അത് ചെയ്തോളും. അത് ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യമാണ്. ഇന്നേ വരെ നേരം വെളുത്തിട്ട് ഏതെങ്കിലും ഒരു ആട് കരയുന്ന കേട്ടുണ്ടോ? എൻ്റെ ദൈവമേ ഇന്ന് ഞാൻ എവിടെ പോയി പുല്ല് തിന്നും, ഇന്ന് ഞാൻ എവിടെ പോയി വെള്ളം കുടിക്കും? അതിനൊരു ടെൻഷനും ഇല്ല. അതിൻ്റെ ഇടയൻ വന്നൊരു ഒച്ച വെക്കുമ്പോൾ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നു, പുൽമേട്ടിൽ പോകുന്നു, കഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇവിടുത്തെ ഒരു യാത്രയുടെ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രാത്രി ഒരു 9 മണിയായപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, ഈ പുൽമേട്ടിൽ ഇങ്ങനെ ആടുകൾ, ചെമ്മരിയാടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഈ രാത്രി 9 മണിയായിട്ടും അതിനെ കൂട്ടിക്കേറ്റിട്ടില്ല. അത് വളരെ റിലാക്സ് ചെയ്ത് ഒന്നിനെയും പേടിക്കാതെ ഇങ്ങനെ പുല്ലൊക്കെ ഞാൻ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിനൊരു ടെൻഷനും ഇല്ല. ഞാനാണെങ്കിൽ രാത്രി 9 മണിയായി വേഗത്തിൽ വീട്ടിൽ ചെല്ലാനുള്ള ടെൻഷന് ഞാൻ ഓടിക്കുക വണ്ടി. അതിന് ഒരു ടെൻഷനും ഇല്ല. രാത്രി 9 മണിയായാലും 8 മണിയായാലും അതിനറിയാം അതിനെ പരിപാലിക്കുന്ന ഒരു ഇടയനുണ്ട്. ഈ ദിവസങ്ങളൊന്ന് ബലപ്പെട്ടെ, ഈ ദിവസങ്ങളൊന്ന് ബലപ്പെട്ടെ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ഒന്ന് ബലപ്പെടുന്നത്. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ ഇടപെടുകയാണ്. നമ്മുടെ ശത്രു അയൽവക്കംകാരനല്ല കേട്ടോ. നമ്മുടെ ശത്രു നമ്മുടെ ജോലി സ്ഥലത്തുള്ള വ്യക്തിയല്ല. നമ്മുടെ ശത്രു തന്ത്രങ്ങളെ മെനയുന്ന പിശാചം. അവൻ്റെ ശക്തിയല്ല പേടിക്കേണ്ടത്. അവൻ്റെ ശക്തി നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അവൻ്റെ തന്ത്രങ്ങൾ എന്താ തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലുള്ള ഉറപ്പിനെ കുറയ്ക്കുക. മനസ്സിൻ്റെ അകത്ത് സംശയം വരുമ്പോൾ ഉറപ്പിച്ചോണം, കർത്താവെ അങ്ങയുടെ ശക്തി എന്നിൽ നിന്ന് വ്യാപരിക്കണം. ഒരു 10 പ്രാവശ്യമൊക്കെ പറഞ്ഞാൽ ദൈവം നടത്തും, ദൈവം നടത്തും, യഹോവ ഈര ദൈവം നടത്തും എന്നൊക്കെ അങ്ങ് പറഞ്ഞോണം. അപ്പോഴേക്കും നമ്മുടെ അകത്തേക്ക് ആ ഉറപ്പ് വർദ്ധിക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പം കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് പിശാചിൻ്റെ തന്ത്രങ്ങൾ, ശക്തിയല്ല തന്ത്രങ്ങൾ. ഈ ദിവസങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കുന്നതോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു കേട്ടോണം. കർത്താവിൻ്റെ വചനം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടാണ്. നടന്നില്ലെങ്കിൽ എത്ര പേര് അങ്ങനെ കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന കാര്യം നടന്നില്ലെങ്കിലോ എന്നൊരു ചോദ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ അകത്ത് പെട്ടെന്നൊരു ഭാരം വന്നില്ലേ? വന്നോ ഇല്ലയോ? ആമേൻ. ആ ഭാരം വരാൻ കാരണം എന്താണെന്നറിയാവോ? വഴി കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടന്നിരിക്കുന്ന ഏതോ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞുകൊണ്ടല്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ടതല്ലെങ്കിൽ പോലും നമുക്ക് അയാളെ വീണ്ടും കാണേണ്ട ആവശ്യമുള്ള ഒരു വ്യക്തി നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലങ്ങ് ഓട്ടക്കും. ഞാൻ ഇങ്ങനെ പൗലോസ്ലിക്ക് ഒരു വാക്കുണ്ട്, ഞങ്ങളാകട്ടെ ഞങ്ങൾ പറഞ്ഞ വചനത്തിന് വിരോധമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നാലും അവൻ ശപിക്കപ്പെട്ടവനാ. മനസ്സിലായോ? ഇനി സാക്ഷാൽ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങിയിട്ട് പറയുകയാണ്, ഈ വചനം ഒന്നും നടക്കാൻ പോകില്ല, ദൈവം അങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പോലും വെട്ടി ദൂരെ കളഞ്ഞോണം ആരാണെങ്കിലും. എന്നിട്ട് പറയണം, എൻ്റെ ദൈവം കള്ളം പറയാൻ അറിയാത്ത ദൈവമാ, എൻ്റെ ദൈവത്തിന് ഭോഷ്ക് പറയാൻ അറിയത്തില്ല, എൻ്റെ ദൈവത്തിന് വാക്ക് മാറാൻ അറിയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ ബലഹീനതയത്. എൻ്റെ ബലഹീനത അറിയാവോ? പറഞ്ഞ വാക്ക് മാറ്റാൻ പറ്റത്തില്ല, താൻ പറഞ്ഞതിനെ ചെയ്യാതിരിക്കത്തില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു കുറവാന്നേ. അങ്ങനെ അങ്ങ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ദൈവത്തിൻ്റെ കുറവാ. തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് പറ്റത്തില്ല, താൻ പറഞ്ഞതിനെ ചെയ്യാതിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല, താൻ പറഞ്ഞ കാര്യത്തെ പ്രവർത്തിപ്പാതിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വചനത്തെ നോക്കിയിട്ട് പറയണം, കർത്താവേ ദൈവമേ അങ്ങേക്ക് വാക്ക് മാറാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ ബലം. എൻ്റെ കൂടെ പറ, അങ്ങേക്ക് വാക്ക് മാറാത്ത അങ്ങയുടെ ആ ഒരു കാര്യമാണ് എൻ്റെ ബലം. എൻ്റെ കൂടെ പറ, അങ്ങേക്ക് വാക്ക് മാറ്റാൻ പറ്റാത്തതാണ് എൻ്റെ ബലം എന്ന് പറ. അങ്ങേക്ക് വാക്ക് മാറ്റാൻ പറ്റാത്തതാണ് എൻ്റെ ബലം. ആമേൻ. കർത്താവിന് വാക്ക് മാറ്റാൻ പറ്റാത്തതാണ് എൻ്റെ ബലം. ചിലർ പറയും ഇനി മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിശ്വാസ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ്. പിശാചിൻ്റെ ആത്മാവാ അത്. ബ്രദറെ ആര് പറഞ്ഞു ബ്രദറെ 1000 രൂപയുടെ ബൈബിൾ ഉണ്ട് ആ പുള്ളിക്കാരുടെ ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ?
1000 അല്ല 10,000 രൂപ ബൈബിളായിട്ട് വന്നാലും ദൈവത്തിൻ്റെ ശക്തിയെ കുറച്ച് കാണിക്കുന്ന ഒരാളെ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൈക്കൊള്ളരുത്. കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നിൽക്കുന്നത് ബലത്തിലും ശക്തിയിലുമാണ്. ദൈവം മാനേജ് ചെയ്യുന്നത് ബുദ്ധി കൊണ്ടല്ല. ദൈവം ഭയങ്കര ബുദ്ധിമാനാണ്. ദൈവം എല്ലാം ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ആളല്ല. ദൈവം ശക്തിയിൽ നിൽക്കുന്നയാളാണ്. അതുകൊണ്ടാണ് ദൈവത്തെ നാം എൽ ഷദായ് എന്ന് ബൈബിളിൽ പറഞ്ഞത്, സർവശക്തൻ. ദൈവം ശക്തിയിലാണ് മൂവ് ചെയ്യുന്നത്. ശക്തി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ദൈവത്തിന് ഉള്ളതുപോലെ വിളിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ശക്തി പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലായത് ബൈബിളിൽ പ്രകാരം. ബാക്കി നമുക്ക് അറിയത്തില്ല ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഈ ലോകത്തിൽ ഒരാൾക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭൂമി ഇന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഈ കാണുന്ന ഭൂമണ്ഡലം എന്ന് പറയുന്ന കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്നായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ പറയുന്നു ദൈവം അങ്ങനെ എങ്ങനെയാണ്. ഈ കോടാനുകോടിക്കണക്കിന് ഗാലക്സികളെയും പ്രപഞ്ചത്തെയും നിർമ്മിച്ച ഈ ദൈവമാണ് എൻ്റെ ദൈവം. ഈ ദൈവം എന്നോട് പറയാം ഞാൻ വാക്ക് മാറത്തില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിനെ കുറച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയെ പോലും കൈക്കൊള്ളരുത്. സഹോദര, അങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിലോ ഉടനെ തിരിച്ചറിഞ്ഞാൽ ഇത് ഈ പിശാചിൻ്റെ പരിപാടിയായത്. അപ്പം നിങ്ങൾ സെൻസ് ചെയ്യണം. മനസ്സിലായോ? ഈ ബ്രദർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ നിന്ന് ബൈബിളാണ് പറയുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് കൊണ്ട് എടുക്കാം. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയാൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിൻ്റെ വചനത്തിൽ എനിക്കൊരു ബലം കിട്ടുന്നുണ്ട്. അവർ മാത്രം ആമേൻ പറഞ്ഞേ. ഈ ദിവസങ്ങളിൽ ഉറപ്പുള്ളവരാകണം. ഉറപ്പുള്ളവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ ഉറപ്പുള്ളവരായിരിക്കണം. ആമേൻ. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തി. എൻ്റെ വാക്യം പെട്ടെന്ന് നോക്കട്ടെ. ഗലാത്യ ലേഖനത്തിലാണ് ആ വചനം വേഗത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നിർത്തി. ഗലാത്യ ലേഖനം എനിക്ക് വന്നത് 4-ലും 5-ലും എനിക്ക് വന്നത്. ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി നിങ്ങളോട് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാ. അപ്പൊ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവം എന്നോട് ഈ വചനമൊക്കെ പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ഇതൊക്കെയും നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെയും ഇതിൻ്റെ തന്ത്രങ്ങളെ അറിയണം. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എന്തുകൊണ്ടാണെന്നറിയും? മനപ്രയാസം നമ്മളിൽ ഭരിക്കുന്നതിൻ്റെ കാരണം. മനപ്രയാസം നമ്മുടെ അകത്ത് വരാൻ കാരണം എന്നറിയോ? മനപ്രയാസം വരുന്ന കാര്യം നമ്മൾ വചനം പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ വാക്യമൊക്കെ പറയുന്നുണ്ട്, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ മനപ്രയാസം വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? മനസ്സിൻ്റെ അകത്ത് എന്തൊക്കെയോ കയറി കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കിപ്പം ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രശ്നം വന്നു, നിങ്ങൾക്ക് ആ വിഷയം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ആ രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. നമ്മൾ പറയും തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ കിടക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആ വിഷയം കയറി. ചിലർ പറയും ബ്രദറെ ഉറക്ക ഗുളിക കഴിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ഉറക്കം വരുന്നില്ല. കാര്യം മനസ്സ് ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് മനപ്രയാസം വർദ്ധിച്ചു. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ദൈവം ചെയ്യുമെന്നുള്ള ഉറപ്പിനേക്കാൾ ഉപരിയായി ദൈവം ചെയ്യത്തില്ല. നമ്മൾ പറയില്ല ബ്രദർ അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല, ദൈവം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ ബുദ്ധിയിലൊക്കെയാണ്, മനസ്സിൽ അത് കയറിയിട്ടില്ല. മനസ്സിൽ ഇപ്പം എവിടെയോ ദൈവം അത് ചെയ്യത്തില്ല, അത്ഭുതം നടക്കാൻ പോകുന്നില്ല, നീ പഴയതിൽ നിൻ്റെ വിഷയം കൂടി വരും, നീ ജന്മത്തിൽ രക്ഷപ്പെടത്തില്ല എന്നുള്ള സംഭവം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉടനെ നിങ്ങൾ എന്തെന്നറിയോ? നിങ്ങൾ ഉടനെ പറയണം, എൻ്റെ ദൈവം സർവശക്തനാ, എൻ്റെ സകല വിഷയത്തെയും ദൈവം ശരിയാക്കും, ഞാൻ അത്ഭുതത്തെ കാണും. ഉറക്കെ നിങ്ങൾ പറയണം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മനസ്സിൽ വ്യാപരിക്കട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മനസ്സിൽ വ്യാപരിക്കട്ടെ, യേശു എനിക്ക് വേണ്ടി നടത്തും. അങ്ങനെയുള്ള വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലോ നോക്കിയിട്ട് പറയണം. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഉറക്കം വരും. അതെന്നാ സംഭവിക്കുന്നറിയാവോ? അതുവരെ നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ അകത്ത് കയറിക്കൂടിയ തന്ത്രങ്ങൾ പുറത്തു പോയതാ. ആമേൻ. അപ്പൊ നമുക്ക് നാളെ ആ വിഷയം സോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പേടിയില്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. ഓക്കെ,
8 ബ്രദറെ. ആ, അല്ലല്ല, ഞാൻ ചോദിച്ച വാക്യം 1:8. 1:8 അല്ല ബ്രദറെ. അല്ല ഞാൻ ചോദിച്ച വാക്യം, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതനാണ് നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന വാക്യം. 1:8. ഓക്കെ, 1:8. സോറി, ഞാൻ FASൽ വെച്ചോണ്ടിരിക്കും. 1:8 അല്ലേ? ഒരു മിനിറ്റ്, ആ വാക്യം കാണിച്ചിട്ട് നമുക്ക് എന്തിനാ ഈ വാക്യം ഞാൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗലാത്തിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോണം, ഈ വാക്യം ശ്രദ്ധിച്ചോണം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, പൗലോസ്ലീഹ പറയുക, ഇനി ഞാൻ നേരിട്ട് വന്ന് ഇറങ്ങി വന്നാലും പൗലോസ്ലീഹ വന്നിട്ട് പറയുവാണേ, അയ്യോ ഞാൻ ഇന്ന് പ്രസംഗിച്ച കുറേ വചനത്തിൽ കുറച്ച് തെറ്റുണ്ട്, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നമുക്ക് എല്ലാം പറ്റത്തില്ല കേട്ടോ. പൗലോസ്ലീഹ വന്നിട്ട് പറയുക, സന്തോഷിപ്പിൻ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ എപ്പോഴും സന്തോഷിക്കണം. ചിലപ്പോൾ കട്ടത വരും, ദുഃഖം വരും, ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. പൗലോസ് പിന്നെയും പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിക്ക് വലിയ അളവൊന്നുമില്ല, കുറവാണ്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, ശ്രദ്ധിച്ച ഞങ്ങളാകട്ടെ, ഇനി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നാലും, ഞാൻ ഇങ്ങനെ പറയാൻ പോയി, ഇനി അയൽവക്കംകാരനായിക്കോട്ടെ, കുടുംബക്കാരനായിക്കോട്ടെ, സഹോദരനോ സഹോദരിയോ നാട്ടുകാരോ വീട്ടുകാരോ ജോലി സ്ഥലത്തെ ആൾക്കാരായിക്കോട്ടെ, നിന്റെ ജീവിതം ശരിയാകുമോ, യേശുവിൻ്റെ പുറകെ നടന്നാൽ വല്ലതും നടക്കുമോ, നമ്മളിങ്ങനെ മനസ്സിൻ്റെ അകത്ത് ഒരത്ഭുതവും നടക്കത്തില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് ശരിയാകാത്ത എത്രയോ പേരുണ്ട്. അവരൊരു 100 പേരുടെ പേര് നിങ്ങളുടെ വാട്സാപ്പിട്ടേക്ക്, ഇതേ ഇന്ന ആൾക്ക് ഒന്നും നടന്നില്ല കേട്ടോ, അയാൾ പ്രാർത്ഥിച്ച് മടുത്ത് അവസാനം മരിച്ചു പോകുമായിരുന്നു, അയാൾ പ്രാർത്ഥിച്ച് തീർന്നു പോകുമായിരുന്നു കണ്ടോ, ഇതേ നോക്കി നിനക്കറിയാവുന്ന ആളാ, നോക്കി ഇങ്ങനെ കുറേ ലിസ്റ്റുകൾ കൊണ്ടുവിടുമ്പോൾ ഓർത്തർ ഈ വചനം ഓർത്തർ, ഇനി പറയണം, ദൂതൻ ഇനി ഇറങ്ങി വന്നാലും അവൻ ശാപിക്കപ്പെട്ടവനാ. അതെന്നാ സഹോദരൻ അങ്ങനെ പറയാൻ കാര്യം? എൻ്റെ ദൈവം വാക്ക് മാറത്തില്ല. മനസ്സിലായോ? എൻ്റെ ദൈവം വാക്ക്. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, അങ്ങനെ വേണം നിങ്ങൾ പറയാൻ, അങ്ങനെ വേണം പറയാൻ. ഈ തന്ത്രങ്ങളെ നമ്മൾ ജയിക്കണം പലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു സർക്കിൾ എപ്പോഴും നിങ്ങൾ സൃഷ്ടിക്കണം. നമ്മുടെ കൂട്ടായ്മ ഒരു ബലമാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു സർക്കിൾ നമ്മൾ ആദ്യം ഉണ്ടായിരിക്കണം. ഒരാളെ ഉള്ളെങ്കിലും അയാളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടണം. എപ്പോഴും നിങ്ങളെ ബലപ്പെടുത്തുന്ന, തളർത്തുന്നയാളല്ല, ബലപ്പെടുത്തുന്ന ഒരാൾ. ആമേൻ. അത് നമുക്കൊരു ഉപകാരമാണ്, നമുക്കൊരു ബലമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ നിന്ന് ചെയ്യുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദിവസം എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തുതിക്കുന്നു. യേശു എൻ്റെ കൂടെ ഉണ്ടല്ലോ. യേശു ഞങ്ങളുടെ പ്രവൃത്തി എൻ്റെ കൂടെ. ഈ നിമിഷം എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ പറയുമ്പോൾ മ്യൂട്ട് മാറ്റിയാൽ മതിയേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് എല്ലാവരും നിങ്ങളായിരിക്കുന്ന രോഗികളായി ഭാരം, നമ്മുടെ എത്രയോ അത്ഭുത സാക്ഷികൾ കേട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവത്തിന് വാക്ക് മാറാൻ പറ്റത്തില്ല, അപ്പോൾ രോഗത്തിനെ മാറാൻ പറ്റത്തുള്ളൂ, എൻ്റെ വിഷയത്തിനെ മാറാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് വാക്ക് മാറാൻ പറ്റത്തില്ല. ദൈവം ഒരു സ്ഥലത്തെങ്കിലും പറയുവാണ്, എനിക്ക് എല്ലാം പറ്റത്തൊന്നുമില്ല, ചില കാര്യങ്ങളെ പറ്റത്തുള്ളൂ. ചിലർ പറയാറുണ്ട്, ബ്രദറെ, ഇപ്പം ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ടാണ് പൗലോസ്ലീഹയോട് മധ്യസ്ഥത വഹിക്കുന്നു ചോദിക്കുമ്പോൾ ചിലർ പറയും, എല്ലാ കാര്യങ്ങളും യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പൗലോസ്ലീഹയ്ക്ക് കൊടുക്കുന്നു, ഞാൻ പത്രോസ്ലീഹയ്ക്ക് കൊടുക്കുന്നു, അങ്ങനെ പല സ്ലീഹാമാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന എത്ര തലമുറ ഉണ്ട്, ഇനി എത്ര ടൺ കണക്കിന് വിഷയം ദൈവത്തിന് കൊടുത്താൽ യേശു അത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ പറ്റും കപ്പാസിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഇരിക്കുന്നവനാകിയാൽ നിങ്ങളെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ യേശു പ്രാപ്തനാണ്. നിങ്ങളെ അത്ഭുതമാക്കുവാൻ യേശു പ്രാപ്തനാണ്. കൈവച്ച് പ്രാർത്ഥിച്ച് ആ രോഗത്തോട് പറഞ്ഞ്, നീ ഇറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞേ, എൻ്റെ പുതിയ അവയവം ഉണ്ടായി വന്നേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ യേശു വില കൊടുത്തു. കേടാക്കി നന്നാക്കുന്ന പരിപാടി ദൈവത്തിനില്ല. ദൈവത്തിന് അതിന് സമയവും ഇല്ല. കർത്താവിൻ്റെ സമയം കളയാൻ ഞാനില്ല. യേശുവെ, പുതിയ അവയവങ്ങൾ ഞാൻ ഇപ്പോൾ എൻ്റെ ശരീരത്തോട് കൽപ്പിക്കുക, നേരെയാകട്ടെ. അങ്ങനെ പറ. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക. ഓ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ഇന്ന് പെരുകുന്നല്ലോ, ഞങ്ങളുടെ കൃപ ഇന്ന് പെരുകുന്നല്ലോ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് എല്ലാവരും പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ 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 അങ്ങയുടെ നാമമഹത്വം. ഞാൻ ഒരു നമ്പർ കാണുവാണേ, 8769 എന്നൊരു നമ്പർ എൻ്റെ മനസ്സിലേക്ക് ഇനി വന്നുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ ജനുവരി 14 എന്നുള്ള ഒരു ഡേറ്റ്, ഒരു ജനന തീയതിയാണ്. ആ ജനന തീയതിയായിട്ട് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാൻ ആ ദൂത് എടുക്കാൻ വേണ്ടി പോയിരുന്നു. കാര്യം ആരെങ്കിലും ഉണ്ടോ ജനുവരി 14? ജനുവരി 14 എടുക്കാൻ പോകും. കാര്യം എൻ്റെ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് എൻ്റെ ഉള്ളിലത് പ്രാർത്ഥിക്കേണ്ട നിയോഗം വന്നു. ഞാനത് എടുക്കുവാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ ഞങ്ങളുടെ അത്ഭുത മകൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ പറഞ്ഞ ആ സംഖ്യ അതുമായിട്ട് യൂട്യൂബിലോ സൂമിലോ ഫേസ്ബുക്കിലോ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ വേഗത്തിൽ ഒന്ന് കണക്ട് ചെയ്യണം. ഞാൻ ആ നമ്പരും ഞാൻ പറഞ്ഞ നമ്പർ എത്രയായിരുന്നു ഇപ്പോൾ പറഞ്ഞത്? ഓ യേശുവിൻ്റെ നാമത്തിൽ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്ന നമ്പർ 8769. ഈ നമ്പർ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു സ്പാർക്ക് പോലെ ആ നമ്പർ വന്നാണ്. ഞാൻ പെട്ടെന്ന് വിട്ടുപോയത്. 8769 ഉള്ള നമ്പർ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ആയിരിക്കാം, ATMൻ്റെ ആയിരിക്കാം, ഏതോ ഒരു പാസ്വേഡ് പോലത്തെ ഒരു നമ്പറാണ്. ആ വ്യക്തി സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ വേഗത്തിൽ അത് ഏറ്റെടുത്തോണം. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വലിയൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്നുണ്ടാകുകയാണ്. ദൈവാത്മാവിന്ന് തൊടുകയാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് രാജു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ദൈവാത്മാവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. രാജു ഒരു തല നരച്ച ഒരു മനുഷ്യനെ ഞാൻ കാണുന്നത്. 56 വയസ്സിന് അടുത്ത് പ്രായമുള്ളൂ. 56 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അതിന് മുകളിൽ, ചെറുപ്പക്കാരനല്ല, മുകളിൽ പ്രായമുള്ളൊരു മനുഷ്യനാണ്. ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. നമ്മുടെ സൂമിലാണെങ്കിൽ അത് ഏറ്റെടുത്തോണം. 56 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, താഴെയല്ല, അതിന് മുകളിൽ പ്രായമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഏറ്റെടുത്തത് ഇപ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ വിടുതലാണ്. ദൈവം തൊടുവാണ്. വലിയൊരു ദൈവശക്തി വ്യാപരിച്ച് ആ കുടുംബത്തിൻ്റെ മേൽ മരണത്തിൻ്റെ ശക്തി മാറ്റിപ്പോവുകയാണ്. ഞങ്ങളിത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഒരു പെൺ പൈതൽ ആ വ്യക്തിക്കുണ്ട്. ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുകയാണ്. ഓ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഞാനൊരു വീട്ടുപേര് കാണുകയാണ്, കടനാട് എന്നുള്ളൊരു വീട്ടുപേര് കാണുക. കടനാട് എന്നൊരു വീട്ടുപേര് ഞാൻ കാണുക. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി. കടനാട്, അങ്ങനെ ഒരു പേരാണ്. കടനാട് എന്നുള്ളൊരു വീട്ടുപേര് അത് ഞാൻ കാണുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നു. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ വേദനയോട് പറ, ഇറങ്ങിപ്പോ. അങ്ങനെ തന്നെ പറ, ഇറങ്ങിപ്പോ. യേശുവിൻ്റെ നാമത്തിൽ നീ മാറിപ്പോ. നിനക്ക് എൻ്റെ മേൽ വാഴാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം വാക്ക് മാറത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവം വാക്ക് മാറത്തില്ല. സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശരീരത്തിൻ്റെ മേൽ അത് വരുന്നു. ഞാൻ അതിനെ പിടിച്ചെടുക്കുകയാണ്. പുതിയ അവയവം. ഡോക്ടർമാർ പറയും ഇത് മിറക്കിളാണ്, അൺബിലീവബിൾ എന്ന് പറയത്തക്കവണ്ണം കേൾക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഈ സൂമും യൂട്യൂബും ഒക്കെ ഇങ്ങനെ എടുത്തു പറയാൻ കാര്യം, ഒരേപോലെ തന്നെ ഇതിലും എല്ലാം കാണുന്നവരുള്ളതുകൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സൂമിൽ കൂടുന്നതിനേക്കാൾ, അല്ലെങ്കിൽ സൂമിൽ കൂടുന്നതിനേക്കാൾ ആളുകൾ ചിലപ്പോൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒരുമിച്ച് വരുന്നത്. അതിനുശേഷമാണ് ആൾക്കാർ വാട്സാപ്പിൽ അയക്കുന്നത്. പിന്നീടാണ് ചിലപ്പോൾ ഞാനത് കാണുന്നത്. പല സാക്ഷ്യങ്ങളും കാണുന്നത് തന്നെ പിന്നീടാണ്. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് കഴിയുമ്പോൾ, ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ആലോചനയിൽ ഈ സൂമിലോട്ട് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾക്ക് പ്രതികരണം എനിക്ക് കേൾക്കാൻ പറ്റും ആരാന്നുള്ളത്. പിന്നീട് ചിലപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞായിരിക്കും ഞാനത് കാണുന്നതൊക്കെ. കഴിവതും നിങ്ങൾ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാതിരിക്കുക. ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും അത് നോക്കുന്നതും ചിലപ്പോൾ കാണാൻ ഇടയാകുന്നത്. കാര്യം എല്ലാ ദിവസവും നമ്മുടെ ഈ മെസ്സേജുകൾ അപ്ലോഡ് ആകുന്നത് കൊണ്ട് ചിലപ്പോൾ കുറേ എനിക്ക് എപ്പോഴും നോക്കാൻ പിന്നീടായിരിക്കും ഞാൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അത് മിസ്സാകുന്നുണ്ട്, പല സാക്ഷ്യങ്ങളും പ്രയർ റിക്വസ്റ്റുകളും. അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കഴിവതും സൂമിൽ വരുമ്പോൾ എനിക്കത് പ്രതികരിക്കുവാൻ കഴിയും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനാ വിഷയമല്ല എടുത്തു പറയുന്നു, ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. ഈ സമയത്ത്
സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ പ്രാർത്ഥനാ വിഷയമല്ല പിന്നെ. ഓക്കെ പറയട്ടെ. ഓക്കെ, മ്യൂട്ട് മാറ്റിയവർ പറയാൻ വേണ്ടിയാണോ? ബ്രദറെ ഓക്കെ, പറയാൻ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ ബ്രദറെ? വാട്സപ്പിൽ മെസ്സേജ് റിപ്ലൈ ഒന്നുമില്ല, തിരക്കേക്കാരം. അതുകൊണ്ട് ഞാൻ ചെറിയ യാത്ര പോകുന്നുണ്ട്, ഒരു 3 ദിവസത്തെ യാത്ര. അതൊന്ന് പ്രാർത്ഥിക്കണം. അത് നോക്കണില്ല, ഞങ്ങൾ മെസ്സേജ് റിപ്ലൈ ഇല്ലാത്തതുകൊണ്ട് തിരക്കായോണ്ടേക്കാരം തോന്നുന്നു. യാത്ര പോകുന്നുണ്ട്, ഇന്ന് വൈകിട്ട് പോകും. 3 ദിവസത്തെ യാത്രയാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചോളാം. ഇപ്പം ഞാൻ 2 ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഈ ദിവസം എനിക്ക് വാട്സാപ്പിൽ കുറച്ച് തിരക്കുകളായിപ്പോയി. കുറച്ച് ലേറ്റായിട്ടാണ് എനിക്ക് നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ സമയത്താണ് ഞാൻ കൂടുതലൊന്ന് ഫ്രീ ആകുന്നത്. അതിന് ശേഷവും ചെറിയ തിരക്കിലുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് ലാഗ് വന്ന ആൾക്കാർക്ക് റിപ്ലൈ തരാനൊക്കെ. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചോളാം. പ്രിയം, എൻ്റെ യാത്ര ഒരു അനുഗ്രഹമാവട്ടെ. ദൈവം കൂടെയുണ്ട്. എപ്പോഴും ഞാൻ ഓർത്തത്, എപ്പോഴും പറഞ്ഞ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. പ്രത്യേകം പ്രാർത്ഥനയല്ല, യേശു കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ജയാളിയായിട്ട് മടങ്ങി വരും. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു. ബ്രദർ, കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗദിയിലാണ്, അത് ഫെയിലായി. നാളെ രാവിലെ വീണ്ടും അടുത്ത ടെസ്റ്റാണ്, പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ടെസ്റ്റ് ലഭിക്കുവാൻ തക്കൊണ്ട് ഇടയാകട്ടെ. ആ പരാജയത്തിൻ്റെ അകത്തുനിന്ന് നാളത്തെ ടെസ്റ്റ് കർത്താവ് ഒരു അനുഗ്രഹവും അത്ഭുതവുമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പറഞ്ഞു. ഇന്നലെ വൈകിട്ട് എന്റെ പിതാവിന് ഇന്നലെ ബ്രദറിന് മെസ്സേജ് അയച്ചായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ എന്റെ ഫാദറിന് ഇങ്ങനെ ഷുഗർ താഴുമായിരുന്നേ. അപ്പൊ ഷുഗർ അങ്ങനെ നേരത്തെ താണ്, പിന്നെ ഒന്നും മിണ്ടാൻ മേലാത്തൊരവസ്ഥ. ഞങ്ങൾ നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ള. അപ്പൊ ആ ഒരു അത് തന്നെ ഇന്നലെ വൈകിട്ടും ചെറുതായിട്ട് വന്നു. അപ്പൊ ഞാൻ അങ്ങ് പേടിച്ചു. അങ്ങനെ ഞാൻ ബ്രദറിനെ ഇന്നലെ മെസ്സേജ് അയച്ചു. ബ്രദർ ഇപ്പം പ്രാർത്ഥിച്ചയച്ചായിരുന്നു. അതിനുശേഷം അങ്ങനെ തന്നെ ഒരു മാറ്റം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് വചനം പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാം പാപം സംബന്ധിച്ച് മരിച്ചു എന്നുള്ള ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് മാറി. ഇന്ന് ദൈവസഹായത്താൽ ജോലിക്കൊക്കെ പോയി ആരോഗ്യവാനായിട്ട് വന്ന്. അപ്പൊ ഞാനതിവിടെ സാക്ഷിയായിട്ട് പറയുന്നു. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയമക്കൾ ആ വചനം പറഞ്ഞ് അത്ഭുതത്തെ സ്വീകരിച്ചല്ലോ. ആ ബലം ദൈവം കൊടുത്തല്ലോ. സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ഹലോ പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരാള് 2.5 ലക്ഷം രൂപ മോൻ്റെ ജോലിക്ക് ആവശ്യത്തിനായിട്ട് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണേ. അപ്പം അയാളത് പൈസ തന്നായിരുന്നു. ഇനി ഒരു 15,000 രൂപയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ദേശാനുള്ള സമയത്ത് ബാക്കി തന്നത്. അപ്പം അതിനുശേഷം ഇയാൾ പൈസ തരുന്നില്ല. മോൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തേക്കുമായിരുന്നു. അപ്പം അയാൾ ഗുണ്ടാ ടീമൊക്കെ ഉള്ള ആളാണ്. അപ്പം എനിക്കങ്ങ് പേടിയായിരുന്നു. ഇവൻ പറഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞാൽ കേസ് കൊടുക്കണം. ഞാനൊക്കെ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് സമയം രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു, മുഴുവൻ പൈസ ഇല്ലെങ്കിലും കുറച്ച്, കാരണം 15,000 രൂപയുള്ളിൽ അവൻ പറഞ്ഞ് നമ്മളെ കളിപ്പിച്ചുകൊണ്ട് കേസ് കൊടുക്കണമെന്ന് മോൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഏതായാലും ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു. കുറച്ച് പൈസയെങ്കിലും അയാൾ ഇട്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറഞ്ഞ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിന്ന് 5,000 രൂപ ഇട്ട് തന്ന് ഞാൻ കർത്താവിന് 1000 നന്ദി പറയും. കാരണം അവര് ഗുണ്ട ടീമൊക്കെ ഉള്ള ആളാന്നൊക്കെ കേൾക്കുന്നത്. എനിക്ക് ശരിക്കും അറിയത്തില്ല. നമുക്ക് ആരും അങ്ങനെ പോകുന്നപ്പം ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. ആമേൻ. നന്ദി കർത്താവേ. പ്രിയാൻറ്റി പറഞ്ഞതുപോലെ തന്നെ വലിയ ഭാരപ്പെട്ടൊരു വിഷയമാണ്. പക്ഷേ കർത്താവ് അത് ആ ഹൃദയത്തിൽ തോന്നി അത് കൊടുക്കുവാൻ ഇടയാൻ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, എനിക്ക് 47 വർഷം കൊണ്ട് എനിക്ക് വിമ്മിഷ്ടത്തിന്റെ അസുഖമുണ്ട്, ഈ ആസ്മയുടെ. ഞാൻ അന്ന് മുതൽ ഈ ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു. ഒരു ദിവസം പോലും എനിക്ക് ഇൻഹേലർ ഇല്ലാതെ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഈ മരുന്ന് കഴിച്ച് 15 ദിവസം കൊണ്ട് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. എൻ്റെ വിമ്മിഷ്ടം മാറി. എനിക്ക് ഇപ്പൊ ഞാൻ തണുത്ത രാവിലെ തിളപ്പിച്ച വെള്ളം ഉച്ചയ്ക്ക് കുടിച്ചാൽ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷെ അത് ഇപ്പം പോയിട്ട് ഞാൻ ഐസ്ക്രീം 2 ദിവസം കൊണ്ട് കഴിച്ച്, എന്നിട്ടും എനിക്ക് ആ വിമ്മിഷ്ടം മാറി കിട്ടി. എന്ത് മരുന്നാണ് എഴുതുന്നത്? ആൾക്കാരോട് മരുന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, ഒരു മിനിറ്റ്, ആര് ഇപ്പൊ പറഞ്ഞത് ലയ വർഗീസ് ഉള്ളതാണോ അതോ ഒത്തിരി പേര് മൈക്ക് മ്യൂട്ട് ചെയ്യുന്നു? ഓക്കെ, ആന്റി പറഞ്ഞ മരുന്ന് വേറൊന്നുമല്ല. ഏത് മരുന്നാ ആന്റി? വചനമാകുന്ന മരുന്നല്ലേ? അതെടുത്ത് പറയണം. അതെടുത്ത് പറയണം. കാര്യം ചിലപ്പോ പുതുതായിട്ട് കേൾക്കുന്നവര് പുതുതായിട്ട് കേൾക്കുന്നവരോർക്കും. അതെ.
42 വർഷമായിട്ടല്ലേ? എത്ര വർഷമായിരുന്നു? എത്ര വർഷമായിരുന്നു ആൻറ്റി? 47 പറഞ്ഞേ. 47 വർഷം അല്ലേ? 47 വർഷമായിട്ട് ആസ്മയുടെ ബുദ്ധിമുട്ടായിരുന്നു. ഇൻഹേലർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം മരുന്ന് പറഞ്ഞത് വചനമാകുന്ന മരുന്നാണ്. അതിൻ്റെ ഇത് പറഞ്ഞപ്പോൾ വിട്ടു. അപ്പോൾ ആൾക്കാർ ചിന്തിക്കരുത് വേറെ എന്തെങ്കിലും മരുന്നിന് ബ്രദർ കൊടുക്കുന്നുണ്ടോ എന്ന്. വേറൊന്നുമല്ല, വചനമാകുന്ന മരുന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, 47 വർഷമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. തണുത്ത വെള്ളമോ ഒന്നും കുടിക്കാൻ മേലെ, ശ്വാസമുട്ടലായിരുന്നു. പക്ഷേ ഈ 17 ദിവസമായിട്ട് കർത്താവ് തൊട്ടു, സൗഖ്യമായി. തണുത്ത കഴിക്കുന്നുണ്ട്, പറഞ്ഞിട്ടില്ലേ, ഐസ്ക്രീം വരെ കഴിച്ചു, ഒരു കുഴപ്പമില്ല. യേശുവിന് സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം എന്നത് വലിയ സാക്ഷ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 47 വർഷമായിട്ട് അത്രയും രോഗാവസ്ഥയിലിരുന്നൊരു വ്യക്തിയാണ് കർത്താവ് തൊട്ടത്. വലിയ സാക്ഷ്യം. വചനം അതാ ഞാൻ പറയും, ഈ ദിവസങ്ങളിൽ വചനമാകുന്ന മരുന്നൊന്ന് ഭക്ഷിച്ചേ. കണ്ടോ, 47 വർഷമായിട്ട് ആസ്മയ്ക്ക് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കാണും. പക്ഷെ വചനമാകുന്ന മരുന്ന് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ 47 വർഷമായിട്ട് പോകാത്തത് യേശു സൗഖ്യമാക്കി. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹലോ പറഞ്ഞോ, പറഞ്ഞോ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഞാൻ പറഞ്ഞോ. ഇന്നലെ ബ്രദർ പറഞ്ഞപ്പം മുതൽ ഞാൻ ഈ വചനം പറഞ്ഞ് എൻ്റെ അക്കൗണ്ടില് പണം വന്ന് നിറയണമെന്നും പറഞ്ഞ് ഞാൻ ആ വചനം തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ ആ വചനങ്ങൾ അല്ലാത്ത വേറെ വചനങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് ദാരിദ്ര്യമായിട്ടെടുത്ത് എനിക്ക് സമ്പന്നതയെ തരാനാണ്, അങ്ങനെയുള്ള വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് 0 ബാലൻസ് ആയിരിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മെസ്സേജ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു 54,000 രൂപയുടെ ഇട്ട് തന്നാണോ? എന്തോ ആരെങ്കിലും ഇട്ട് തന്നാണോ? ആരെങ്കിലും വിളിച്ചു പറഞ്ഞു ഇട്ടതാന്ന്? ആരും വിളിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കൊരു ലോണിന്റെ ബാലൻസ് ആണോ ഒന്നും അറിയത്തില്ല. എങ്ങനെയായാലും ഓക്കെ, ഒന്നും അറിയത്തില്ല. ഞാൻ 54,000 എടുത്ത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിറക്കിൾ മണി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ആൻറ്റി പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ എങ്ങനെ വന്ന് ഇപ്പോൾ നമുക്ക് ലോൺകാരാണെങ്കിൽ പോലും അവർ മെസ്സേജ് അയക്കി, ഇന്ന ലോൺ പാസ്സായിട്ടുണ്ട്, ഇന്ന പേപ്പറാണ്, പക്ഷെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നന്മകൾ വരും. ഞാൻ പറഞ്ഞില്ലേ, ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങളേക്കും ബ്രദറെ അതെങ്ങനെ SBI അക്കൗണ്ട് കർത്താവ് അക്കൗണ്ട് നമ്പറിലോട്ട് പൈസ ഇടുന്നു? നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, വെള്ളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മീൻ്റെ അകത്ത് പത്രോസ്ലിഹായ്ക്കും യേശുവിനും കരകടക്കേണ്ട പൈസ വെച്ചുകൊണ്ട് ഏതെങ്കിലും മീൻ ഓടാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് അതും ചെയ്യാൻ പറ്റും. ഇനി ആകാശത്ത് തുറന്ന് ലക്ഷക്കണക്കിന് ജനത്തിന് ആഹാരം കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റുമോ? നടക്കത്തില്ല. പക്ഷെ ദൈവത്തിന് പറ്റും. ആൻറ്റി പറഞ്ഞു കേട്ടില്ലേ, പറഞ്ഞുകൊണ്ടിരുന്നു, വൈകുന്നേരം ഒരു 0 ബാലൻസിൽ കടന്നു. ഇത് മിറക്കിൾ മണിയാണ്. 0 ബാലൻസിൽ കടന്ന അക്കൗണ്ടിലോട്ട് വൈകുന്നേരം രാവിലെ നോക്കിയപ്പോൾ 0 ആണ്. വൈകുന്നേരമായപ്പോൾ എന്ത് സംഭവിച്ചു? 54,000 രൂപ ക്രെഡിറ്റ് ആയിരിക്കുന്നു. ഇത് മിറക്കിൾ മണി തന്നെയാണ്. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വർദ്ധിക്കട്ടെ. ഇതുപോലെ നിങ്ങളും ATM ഒക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ അക്കൗണ്ടിൽ പൈസ വരും. ഞാൻ അങ്ങനെ മിറക്കിൾ മണി കണ്ടിട്ടുള്ള ആളാണ്. പലരുടെ ജീവിതത്തിലും മിറക്കിൾ മണി കിട്ടിയിരിക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? വായ്പ മേടിക്കാൻ മനസ്സില്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യും? അത്ഭുതം, മിറക്കിൾ മണി കാണും, പറയണം. ഇന്ന് ആൻറ്റി പറഞ്ഞു കേട്ടില്ലേ, ആൻറ്റി ആ മിറക്കിൾ മണി അക്കൗണ്ടിൽ കണ്ടതുപോലെ നന്മ വരും. അനുഗ്രഹിക്കുന്നു. ഇനിയും വർദ്ധിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഞാൻ ഈ ഒരു കേസിനെ ഞാനൊരു പഴയ ഒരു സാക്ഷ്യം ബ്രദറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ വൈഫിന്റെ ഇളയ അനിയത്തിക്ക് അവള് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൈസ കയറി ഓർമ്മയുണ്ടോ? അതൊന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ ഒരാഴ്ചക്കാലം നമുക്ക് മറ്റേ പല ഭാഗത്തു നിന്നും മിറക്കിൾ മണി, ആ കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ഒക്കെ മിറക്കിൾ മണിയുടെ കാര്യം പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? ആ സമയത്ത് അവർക്ക് അക്കൗണ്ടിലെ പൈസ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. അതെ. എന്റെ വൈഫിന്റെ അനിയത്തിക്ക് പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ, അത് ഉപയോഗിക്കാതെ പോയത് സംശയം കാരണം. അതെ, തീർച്ചയായിട്ടും. അക്കൗണ്ടിൽ പൈസ വരുമ്പോൾ നിങ്ങളത് ചാടി എടുത്തോണം.
അത് എടുക്കാതെ പോയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയവരുമുണ്ട്. ഉപയോഗിക്കാതെ നിങ്ങൾ നോക്കി നിൽക്കരുത്. അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്ന് ആലോചിച്ച് വന്ന പലർക്കും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് വരുന്ന സമയത്ത് അപ്പം തന്നെ എടുത്തോണം. നിങ്ങൾ ഒന്നും ഭയക്കണ്ട. അതൊന്നും ഇല്ലീഗലല്ല. നിങ്ങളൊന്നും പേടിക്കണ്ട. അതെല്ലാം ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ചിലർ കളിയാക്കും, അങ്ങനെ ഇങ്ങനെ. കളിയാക്കുന്നവൻ കളിയാക്കത്തുള്ളൂ. അത്ഭുതം എപ്പോഴും കളിയാക്കുന്നവൻ്റെ ലോകത്തിലല്ല, വിശ്വസിക്കുന്നവൻ്റെ ലോകത്തിലാണ്. അതുകൊണ്ട് ആമേൻ. അങ്ങനെയുള്ള സ്തോത്രം. നന്മകൾ വരുമ്പോൾ ചാടി എടുത്തോണം. ഒന്നും നോക്കരുത്. കർത്താവ് അത് തരും. ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവേ. ആമേൻ. ബ്രദറെ മറ്റാരെങ്കിലും ഉണ്ട്? പറഞ്ഞു. ബ്രദറെ ഇത് പറഞ്ഞപ്പോഴാ എന്റെ ഒരു ഫ്രണ്ടിന് വന്നിട്ടുണ്ടായിരുന്നു 1,58,000 രൂപ ഒരു 2 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവൻ അത് ബാങ്കിൽ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പൈസ വരാനില്ല എന്ന് പറഞ്ഞ കാരണം ബാങ്കുകാര് അത് തെറ്റി വന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആ പൈസ വിഡ്രോ ചെയ്തിരുന്നു. വിശ്വാസിയാണോ? വിശ്വാസിയാണ്, പക്ഷെ ഇതിനെക്കുറിച്ച് അത്ര ഒരു ഇത് ഉണ്ടാവില്ലായിരിക്കും, എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പം ആ ആ സമയത്ത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ അത് കളയരുതെന്ന്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു അതെ അതെ സംഭവം ഉണ്ടായിരുന്നു. 2-3 ദിവസം ഉണ്ടായിരുന്നു ആ അക്കൗണ്ടിനകത്ത് പൈസ. പക്ഷെ അത് ബാങ്കിൽ വിളിച്ച് അവരോട് സംസാരിച്ച കാരണം ഒരു ഫ്രൈഡേ ആയിരുന്നു, ഞങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേഴ്സ്ഡേ ഈവനിങ്ങിലായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേയും കഴിഞ്ഞിട്ട് മൺഡേയില് ബാങ്കിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ട് ആ പൈസ അവർ തിരിച്ചെടുത്തു ബാങ്കുകാർ. അപ്പൊ ഓക്കെ. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ വരുമ്പോൾ അത് ഓർക്കുമായിരുന്നു. അതെ അതെ തീർച്ചയായിട്ടും ഇത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നതെങ്കിൽ ഞാനിത് പറഞ്ഞു, നമ്മുടെ അകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. കർത്താവിൻ്റെ മിറക്കിൾ പണി. ഇപ്പം ഒരു മീനിൻ്റെ അകത്ത് ഒരു ഇതുപോലെ ഒരു 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 നന്മ വന്നാൽ നമ്മൾ എടുത്തുകൊണ്ട് മീനിൻ്റെ അകത്ത് നന്മ വന്നത് എനിക്കുള്ള നമ്മൾ പോകത്തില്ല. അന്നത്തെ കാലത്ത് മീനാണെങ്കിൽ ഇന്ന് എൻ്റെ അക്കൗണ്ടാണ്. ദൈവത്തിന് ഏത് രീതിയിൽ അത് ട്രാൻസ്ഫർ ചെയ്യാം, ദൈവത്തിന് എങ്ങനെയും ചെയ്യുവാൻ ഞാൻ എൻ്റെ ഏറ്റവും എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ്. എൻ്റെ പേഴ്സിനെ നോക്കി അനുഗ്രഹിക്കുന്ന ആളാണ്. വർദ്ധിക്കും മിറക്കിൾ മണി കൽപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഉറപ്പായിട്ടും അത് സംഭവിക്കും. ഈ ദിവസങ്ങളിൽ നമ്മളത് എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനത് ചെയ്യാൻ പറ്റും. ദൈവത്തിന് നമുക്ക് കുറേ പൈസ തരുന്നതുകൊണ്ട് ദൈവത്തിന് ഒരു നഷ്ടവും ഇല്ല. ദൈവത്തിനൊരു നഷ്ടവുമില്ല. ആമേൻ. മിറക്കിൾ മണീസ് ഉണ്ടാകും. അത് പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ ഞാനത് വിശ്വസിച്ച് അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും ആമേൻ. ഇനിയും ഇനിയും വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അങ്ങനെ എല്ലാവരും എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ അക്കൗണ്ടിലും പേഴ്സിലൊക്കെ വരുമെന്നേ. ആമേൻ. ഗോഡ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദർ നമ്പർ പറഞ്ഞില്ലേന്നോ 8769 എന്ന് പറഞ്ഞിട്ട്? അതെ 8769 അല്ല, 6687 എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലത്തെ കാറിന്റെ നമ്പറാണ്. നമ്മൾ കുറെ വിഷയം ആ കാറായിട്ട് പെട്ട് തറവാടിന്റെ അറ്റസ്റ്റേഷൻ ഞാൻ അല്ല സിസ്റ്ററെ, പലപ്പോഴും അല്ല എനിക്ക് എക്സാക്ട് നമ്പർ സിസ്റ്റർ വേണ്ടത്. ആ ആ നമ്പർ എനിക്ക് ആ ആ നമ്പരാണ് കാണിച്ചത്. ആ നമ്പർ തന്നെയാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആളുകളത് കമൻറ്റ് ചെയ്യാൻ തുടങ്ങുമായിരിക്കും. ആ നമ്പർ തന്നെയാണ് എക്സാക്ട് നമ്പർ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. എക്സാക്റ്റ് ആ നമ്പർ തന്നെയാണ് വേണ്ടത്. ആ നമ്പർ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ആയിരിക്കാം, അക്കൗണ്ട് ആയിരിക്കാം, ATMൻ്റെ ചിലപ്പോൾ പാസ്വേഡ് ആയിരിക്കും. ദൈവം എന്തിനാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദൈവം കാണുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എക്സാക്ട് നമ്പറാണ്. എക്സാക്ട് നമ്പർ തന്നെയാണ്. അതുകൊണ്ട് ആ നമ്പർ ചെക്ക് ചെയ്യുക. യൂട്യൂബിൽ കേൾക്കുന്നവർ ചെക്ക് ചെയ്യുക. വേഗത്തിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഇത് കമൻറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അടുത്തൊരു ആലോചന നിങ്ങളോട് പറയാനുണ്ട്. കർത്താവ് അത് സഹായിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പറഞ്ഞു. ഞാൻ ഇതിൽ പ്രാർത്ഥനക്കെല്ലാം കയറുന്നതാണ്. പക്ഷെ 5-10 ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് 3-4 ദിവസമായി. പക്ഷെ എനിക്ക് ശരിക്കൊരു പ്രാർത്ഥിക്കാൻ പറ്റാത്ത തരത്തില് ബലഹീനത കൊണ്ടുവന്നിട്ട് വല്ലാണ്ട് വിഷമിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലോണം പ്രാർത്ഥിക്കണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മെസ്സേജ് അയക്കുന്ന എനിക്ക് അത്ര അറിയില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മെസ്സേജ് ഒന്ന് പ്രാർത്ഥിക്കേണ്ടി വരുമെന്ന് ഇടാത്തത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ചൊന്ന് കർത്താവ് ഞങ്ങൾ ശാരീരികമായിട്ടുള്ള അസുഖം എല്ലാം കുറച്ച് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളെ പ്രിയ ദൈവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെസ്സേജ് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടും. കേട്ടില്ല കേട്ടില്ല ആ പ്രാർത്ഥിക്കാം. കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ദിവസങ്ങളിൽ ശാരീരികമായിട്ടുള്ള ക്ഷീണമുണ്ട്, അതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കുവാൻ ഒരു വാഞ്ചയുണ്ട്. അങ്ങനെ വാഞ്ചയുള്ളവരെല്ലാം ഒന്ന് ഏറ്റെടുത്ത് യേശുവിനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ മണിക്കൂറുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ബലം നിറയുവാൻ, ഈ ദിവസങ്ങളിൽ ശരീരത്തിലും ആത്മാവിലും ദേഹിയിലും
ഒരാത്മശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. ഈ ബലത്തോടെ അനേകരുടെ യേശുവിനെ പറ്റി പറയുവാൻ അനേക സാക്ഷ്യങ്ങൾ ആ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ആ വേദനകൾ, ബലഹീനതകൾ യേശുവിൻ്റെ നാമത്തിൽ ബലമായി തീരട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവായ പരിശുദ്ധ ആത്മാവേ, അങ്ങ് പ്രിയാൻ്റെ ഉള്ളിൽ നിറയട്ടെ. അങ്ങ് വ്യാപരിക്കുന്നല്ലോ, അങ്ങ് സഹായിക്കുന്നല്ലോ. അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം മുതൽ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. ആത്മാവിൽ നിറഞ്ഞ്, ശക്തിയിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാനുള്ള അമിത കൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങൾ? ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. തീർച്ചയായും പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഈ കഴിഞ്ഞ ബുധനാഴ്ച എന്റെ മോളുടെ ഒരു സാക്ഷ്യമാണ്. ഈ ഞങ്ങളൊരു 2 മാസം മുൻപ് ഹലോ പറഞ്ഞു സിസ്റ്ററെ. 2 മാസം മുൻപ് ഞങ്ങൾ മലേഷ്യക്ക് വരാൻ വേണ്ടിയിട്ട് ഫാമിലി ആയിട്ട് ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ വേറൊരു രാജ്യത്തിലോട്ട് ഞാനോ മോനോ പോയിട്ടില്ല. ഹസ്ബൻഡ് പല രാജ്യങ്ങളിലും പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാസ്പോർട്ട് 2 വർഷം മുൻപാണ് ഞങ്ങൾ പാസ്പോർട്ട് എടുത്തിരുന്നത്. പക്ഷെ ഒരു രാജ്യത്തും പോവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോ ഇടയ്ക്ക് എന്തോ ഒരു ഓഫർ വന്നുകൊണ്ട് ഹസ്ബൻഡ് മലേഷ്യയിലത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മലേഷ്യയിൽ വരാൻ വിസ വേണ്ട, പാസ്പോർട്ട് മാത്രം മതി, അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഹസ്ബൻഡ് അത് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോ ഇന്നലെ രാത്രിയായിരുന്നു നമ്മള് അതായത് 20-ാം തീയതി, ഇന്ന് വെളുപ്പാങ്കാലമാണ് മലേഷ്യക്ക് പോവേണ്ടിയിരുന്ന ഡേറ്റ്. പക്ഷെ വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും മോള് പാസ്പോർട്ട് എടുക്കുന്നുണ്ട്. എടുത്തു വെച്ച് നോക്കിയിട്ട് ഈ മോളിങ്ങനെ പറഞ്ഞായിരുന്നു, എല്ലാവർക്കും എനിക്കും, അതായത് എനിക്കും മോനും ഞങ്ങൾക്കെല്ലാം ഒരുപാട് വർഷം പാസ്പോർട്ടിനകത്ത് എക്സ്പയർ ഉണ്ട്, എനിക്ക് മാത്രം പാസ്പോർട്ടിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല, ഒരു രാജ്യത്തിലോട്ട് കയറണമെങ്കിൽ മിനിമം 6 മാസത്തെ വാലിഡിറ്റി പാസ്പോർട്ടിന് ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞങ്ങൾ ഒരു രാജ്യത്തിലും പോയിട്ടില്ല. പക്ഷെ മാത്രമല്ല, പാസ്പോർട്ടിന്റെ ബാക്കിൽ എന്റെ പേര് തെറ്റായിട്ടാണ് എഴുതിയിരുന്നത്. അത് പക്ഷെ എനിക്കറിയാം ഈ ചെക്ക് ചെയ്യും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അത് ഞാനിങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത്, ഒരു രാജ്യത്തിലോട്ട് കയറണമെങ്കിൽ 6 മാസം മിനിമം വാലിഡിറ്റി വേണം. പക്ഷെ മോളുടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വിസ വേണം. പക്ഷെ ഇവിടെ വിസ വേണ്ട. പക്ഷെ അവൾക്ക് 3 മാസം പോലും, അത് ഓഗസ്റ്റ് 4-ാം തീയതി, ഈ വർഷം ഓഗസ്റ്റ് 4-ന് എക്സ്പയറി ആവുകയാണ്. അപ്പോ ഹസ്ബൻഡ് ഒരു ഏജൻസിയിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഒരു കാരണവശാലും 20-ാം തീയതി മലേഷ്യക്ക് പോകാൻ പറ്റത്തില്ല. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളെ കയറ്റി വിട്ടാൽ പോലും മലേഷ്യൻ എയർപോർട്ടിന് പുറത്ത് കാല് ചവിട്ടാൻ മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളും കൂടി, ഹസ്ബൻഡ് ജോലിക്ക് പോയി, കൊല്ലത്താണ് ജോലി. ഹസ്ബൻഡ് പറഞ്ഞു, നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോയി കാര്യം പറയുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോ അവള് വരണ്ട, ഈ യാത്ര ക്യാൻസൽ, യാത്രയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച ഞാനും മോളും കൂടെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. പക്ഷെ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് സെക്യൂരിറ്റി ഡോറിന്റെ അടുത്ത് വെച്ച് തന്നെ ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു. കാരണം ബുധൻ എന്ന് പറയുന്ന ദിവസം പബ്ലിക്കിനെ അവർ കാണാത്ത ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസത്തിലെ ബുധനാഴ്ച അവർ കാണത്തില്ല. എന്റെ അടുത്ത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു, ഇവിടെ ഒരിടവും നിൽക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞു. കാരണം അപ്പോഴാ പാസ്പോർട്ട് ഓഫീസർ അവിടെ വരുന്ന സമയം. ഞങ്ങൾ അവിടെ നിന്നെല്ലാം മാറ്റി നിർത്തി. അപ്പോൾ ഞാൻ കണ്ടു, ആ മാഡം വരുന്നതും കയറി പോകുന്നതും കണ്ടു. എന്നിട്ട് സെക്യൂരിറ്റി പറഞ്ഞു, ഒരു രക്ഷയില്ല, പോയി ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ഡേറ്റ് ഇട്ടിടുക, ഡേറ്റ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ഇന്റർവ്യൂ എല്ലാം നോക്കും. ഇപ്പൊ വരുന്ന എല്ലാവർക്കും ജൂൺ 6 അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഡേറ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോ എന്റെ അടുത്ത് ഇത് കേട്ട മോള് പറഞ്ഞു, അപ്പൊ ഈ പോകുന്ന വഴിക്കെല്ലാം ഞാൻ ഈ വചനം പറഞ്ഞാണ് പോകുന്നത്, ബ്രദർ പറഞ്ഞു തരുന്ന വചനമാവുന്ന മരുന്ന് മനസ്സിൽ പറഞ്ഞാണ് ഞാൻ പോകുന്നത്. അപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ദൈവം തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. എത്ര തടസ്സം ഉണ്ടെങ്കിലും ദൈവം പ്രവർത്തിക്കുമെന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവിടെ ചെന്നപ്പോ ആ സെക്യൂരിറ്റി ഗേറ്റ് എന്ന് വെച്ചാൽ അവരുടെ ആ ഗ്രില്ലിന് വെളിയിൽ നിർത്തി, സ്റ്റെപ്പിന് വെളിയിൽ നിർത്തി, പൊക്കമുള്ള അവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അപ്പൊ മോള് പറഞ്ഞു, അമ്മ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞില്ല, ഞാൻ അത് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്ന് പറയും. പക്ഷെ ചുരുക്കി പറയാൻ ബ്രദറെ, തുടർന്ന് ആ പാസ്പോർട്ട് ഓഫീസർ മുതല് പാസ്പോർട്ട് ഇന്റർവ്യൂ ചെയ്യുന്നവര്, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പ്രിന്റ് ചെയ്ത്, പാസ്പോർട്ട് പ്രിന്റ് ചെയ്ത് സ്പീഡ് പോസ്റ്റ് അയച്ച്, പിന്നെ പോസ്റ്റ്മാൻ, പിന്നെ പോലീസ് വെരിഫിക്കേഷൻ മുതല് ദൈവം വലിയ കൃപ നൽകി. വെള്ളിയാഴ്ച 10:30 ആയപ്പോ പാസ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ പ്രിന്റ് ചെയ്ത് സ്പീഡ് പോസ്റ്റിൽ കിട്ടി.
എന്നിട്ട് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ശനിയാഴ്ച പറഞ്ഞു, അമ്മ ഇത് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് അമ്മ ഇത് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പക്ഷെ ശനിയാഴ്ച സാക്ഷ്യം പറയാൻ നോക്കിയപ്പോൾ അന്ന് ഒരുപാട് സാക്ഷ്യം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞായറാഴ്ച രാത്രി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ ഇത് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അന്ന് പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ഇത് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇരുന്നല്ല പറയേണ്ടത്, എവിടെയാണോ കാല് ചവിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് അവിടെ ഇരുന്ന് ഈ സാക്ഷ്യം പറയുന്നത്. ഇപ്പൊ മലേഷ്യയിൽ ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ വെച്ചാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ബ്രദർ 24 മണിക്കൂറിനുള്ളിലാണ് ഈ പാസ്പോർട്ട് എല്ലാം അടിച്ച് കുഞ്ഞിന് റിന്യൂവൽ എല്ലാം കഴിഞ്ഞ് ഇത് കയ്യിൽ കിട്ടുന്നത്. വലിയൊരു അനുഗ്രഹമാണ് ദൈവം ചെയ്തത്. പിന്നെ ഇനി വേറൊരു കാര്യം കൂടി, ഈ ഒരു കാര്യം ബ്രദർ പറയുന്ന പോലെ ദൈവാശ്രയം എന്ന് പറഞ്ഞ ഒരു കാര്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്, ഈ പാസ്പോർട്ട് ഈ കുഞ്ഞിന്റെ കയ്യിൽ കിട്ടുന്നത് നോക്കുന്നതും അവളെ കാണുന്നതിനെല്ലാം ഇടയായത്. ബ്രദർ പറയാറില്ലേ നമ്മുടെ പേഴ്സും എല്ലാം എടുത്തു വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ പാസ്പോർട്ടും ബാങ്കിന്റെ പാസ്ബുക്കും എപ്പോഴും ഒരു കവറിലിട്ട് ഞാൻ ഈ പ്രെയറിന്റെ സമയത്ത് എന്നും ഇരിക്കാറുണ്ട്. അങ്ങനെ കുറെ ദിവസമായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ ബുധനാഴ്ചക്ക് 2 ദിവസം മുൻപ് എൻ്റെ മോൾ അടുത്ത് വന്നിരുന്ന് ഈ പ്രെയറിന് കൂടെ ഇരുന്നിട്ട് അവള് ചോദിക്കും, ഈ കവറിനകത്ത് എന്താന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഇത് പുറത്ത് അങ്ങനെ പറയണത് ഇഷ്ടമല്ല, എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ കൊടുക്കാറില്ല. പക്ഷെ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, അവൾ അവ ചോദിച്ചു, അമ്മ എൻ്റെ ഇത് എന്താന്ന് ചോദിച്ചു, അമ്മ ഇത് പാസ്പോർട്ടാന്ന് പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഒന്ന് കാണട്ടെ അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് കൊടുത്ത സമയത്താണ് കുഞ്ഞി ഡേറ്റ് കാണുന്നതും ഇതിലെ പേര് തെറ്റാണെന്ന് കണ്ടതും എക്സ്പയറി ഇല്ലാന്ന് അറിയുന്നതും എല്ലാം അറിയുന്നത് ഈ ഒരു പ്രെയറിന്റെ സമയത്ത് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അന്ന് ഈ പ്രെയർ ഞാൻ ജോയിൻ ചെയ്യാതിരുന്നെങ്കിലോ സ്ഥിരമായിട്ട് ഇതിൽ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് തന്നെ ഇതിൽ കയറാൻ പറ്റാത്ത രീതിയിൽ പോവായിരുന്നു. അങ്ങനെ വലിയൊരു സാക്ഷ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിലും കൂടെ ഒക്കെ ചെയ്തു ബ്രദറെ. ആമേൻ. ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യത്തിന്റെ അകത്ത് വലിയൊരു നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ക്ലോസ് ചെയ്തു പറഞ്ഞു, ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വചനം പറയുന്നവർ അതിന് വിപരീതമായിട്ട് എന്ത് കണ്ടാലും മൈൻഡ് ചെയ്യരുത്. സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, കർത്താവിൻ്റെ വചനത്തിന് വിരോധമായിട്ട് വരുന്ന ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അവർ മുന്നോട്ട് പോയി, അസാധ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് റിന്യൂ ചെയ്ത് കിട്ടണമെന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് അവർ തന്നെ പാസ്പോർട്ട് ഓഫീസുകാർ തന്നെ ബ്ലോക്ക് ചെയ്യുവാണ്. പക്ഷെ കയ്യിലൊരു വചനമുണ്ട്. ആ വചനത്തിന് വിരോധമായിട്ട് എന്ത് വന്നാലും നിങ്ങൾ മാറ്റാൻ പോകണ്ട, ദൈവം അത് മാറ്റും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എവിടെ കാലുകുത്തത്തിലെന്ന് പറഞ്ഞോ അവിടെ തന്നെ കാലുകുത്തി യേശുവിൻ്റെ സാക്ഷ്യം പറയാനിടയായി തീർന്നു. നന്ദി കർത്താവേ. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. മനുഷ്യന്റെ ബുദ്ധിയിൽ അസാധ്യം, പക്ഷെ ദൈവത്തിന് സാധ്യമെന്ന് കേൾപ്പിച്ച സാക്ഷ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഞാൻ ദുബായിൽ നിന്നാണ്. എനിക്ക് ഇന്ന് എന്റെ മോന്റെയും ഹസ്ബൻഡിന്റെയും ബർത്ത്ഡേയാ. അപ്പം മോനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് പോകാനുള്ള ഇതിലൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ പോകാതെ ഇങ്ങനെ നിൽക്കുക. അപ്പം ഒന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഞാനാണ് IELTS എഴുതണോ OET എഴുതണോ എന്ന് കൺഫ്യൂഷൻ. സിസ്റ്റർ ഒരു സെക്കൻഡ്, ഞാൻ ഇവിടെ നിന്ന് മ്യൂട്ടായി പോയ. ഒരു സെക്കൻഡ് സിസ്റ്റർ. കേൾക്കാവോ ബ്രദറെ? ഒരു മിനിറ്റ്, ഞാൻ ഒരു സെക്കൻഡ് സിസ്റ്ററെ. ഈ സിസ്റ്റർ ദിയ സിസ്റ്റർ ഒഴികെ ബാക്കി എല്ലാവരും സൗണ്ട് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ചെയ്തപ്പോൾ ഒരുമിച്ച് പോയത്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഇന്ന് എന്റെ മോന്റെയും ഹസ്ബൻഡിന്റെയും ബർത്ത്ഡേയാ. അപ്പം അവര് മോനാണ് ഇപ്പൊ സ്കൂളിലൊക്കെ പോകാതെ 1 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് അവരെ സ്കൂളിൽ വിട്ടിട്ടില്ല. അപ്പം പിന്നെ അവരുടെ 2 പേരുടെയും വിസ കഴിഞ്ഞ് നിൽക്കുന്നു. അതുപോലെ ഞാനാണെ IELTS എഴുതണോ OET എഴുതണോ എന്ന് കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ എന്താ ചെയ്തതെന്ന് ഓർത്ത് ഈ മാസം കൂടെ ഞങ്ങളുടെ വിസയേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഹസ്ബൻഡും കർത്താവെ കുഞ്ഞിനും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ യേശുവിനകത്ത് കർത്താവ് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ബർത്ത്ഡേ ദിവസം കർത്താവെ, വരും വർഷം കർത്താവെ പറയുവാൻ തക്കോണം ഒത്തിരി സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കൃപ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ പ്രിയമകളെ കർത്താവെ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ദൈവം അത് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. കർത്താവ് അത് സഹായിക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. ദൈവം പ്രിയമകളെ ബലപ്പെടുത്തുന്നല്ലോ, ശക്തീകരിക്കുന്നല്ലോ, അനുഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഏറ്റവും നല്ലൊരു ജന്മദിനമായി ഈ ദിവസം മുതൽ കർത്താവ് വലിയ നന്മകൾ കാണട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.
എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സാക്ഷ്യം പറയാനാണോ? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ മറ്റാർക്കും പറഞ്ഞു. ഹലോ ബ്രദറെ, എൻ്റെ മോനാണെങ്കിൽ ഒന്ന് മറിഞ്ഞു വീണ് കൈ ഒടിഞ്ഞ് അങ്ങനെ സർജറി ചെയ്ത് കമ്പി ഇട്ടിരിക്കുവാണ്. അപ്പം നാളെ ചെക്കപ്പിന് പോകണം, പ്ലാസ്റ്റർ എടുത്ത് മാറ്റണം. അവന് പ്ലസ് ടുവിനോട്ട് പോവുകയാണ്. അപ്പം വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം. അപ്പം ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വേണ്ടി ഒരു ആദിത്യനാണ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന കുഞ്ഞിൻ്റെ കരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തിയെ ഇന്ന് അങ്ങ് അയക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ ഈശോയുടെ കർത്താവിൻ്റെ ഭാവിയിൽ അവനത് ദോഷം വരാതെ, അവൻ്റെ പഠനത്തിലോ ജീവിതത്തിലോ മുന്നോട്ടുള്ള ജീവിത സാഹചര്യത്തിലോ ഒരു സ്ഥലത്ത് പോലും കർത്താവെ അവൻ്റെ തടസ്സങ്ങൾ വരാതെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ തക്കോണം എൻ്റെ ദൈവം ആരോഗ്യവും ബലവും ആ കരത്തിൻ്റെ മേൽ നൽകുന്നതിന് നന്ദി പറയുന്നു. അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. മൈക്കുകളെ നിങ്ങൾ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ്